ശ്രീമന്നാരായണ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിർഷതാം തമോന്ദം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ വാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ
നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. ഹരി ഓം നാരായണ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗ ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം, സുസ്വാഗതം. നമ്മൾ ഇന്ന് ദശമസ്കന്ധത്തിൽ 7-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശകടാസുരവധം ആണ് അതിൽ പ്രധാനം. അത് കഴിഞ്ഞ് രണ്ടാമതായി തൃണാവർത്തവധം, പിന്നീട് അവസാന ഭാഗം ഭഗവാൻ തന്റെ വായിൽ അമ്മയ്ക്ക് വിശ്വരൂപം ദർശിപ്പിക്കുന്ന ലീല. അങ്ങനെ 3 ലീലകൾ അടങ്ങിയതാണ് 37 ശ്ലോകങ്ങളുള്ള 7-ാം അധ്യായം. ശകടാസുരവധം, തൃണാവർത്തവധം, വിശ്വരൂപ ദർശനം. നമുക്ക് ആദ്യം വായിക്കാം. വായിച്ചിട്ട് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ സപ്തമോऽധ്യായഃ. രാജോവാച. യേന യേനാവതാരേണ ഭഗവാൻ ഹരിരീശ്വരഃ കരോതി കർണരമ്യാണി മനോജ്ഞാനി ച നഃ പ്രഭോ. യത്ശൃണ്വതോ അപൈതി അരതിർവിതൃഷ്ണാ സത്വം ച ശുദ്ധ്യതി അചിരേണ പുംസഃ. ഭക്തിർഹരൗ തത്പുരുഷേ ച സഖ്യം തദേവ ഹാരം വദ മന്യസേ ചേത്. അദാന്യദപി കൃഷ്ണസ്യ തോകാചരിതമദ്ഭുതം മാനുഷം ലോകമാസാദ്യ തജ്ജാതിം അനുരുന്ദതഃ. ശ്രീശുക ഉവാച. കദാചിദൗത്ഥാനിക കൗതുകാപ്ലവേ ജന്മക്ഷയോഗേ സമവേതയോഷിതാം വാദിത്രഗീതദ്വിജമന്ത്രവാചകൈഃ ചകാരസൂനോരഭിഷേചനം സതി. നന്ദസ്യ പത്നീ കൃതമജ്ജനാദികം വിപ്രൈ കൃതസ്വസ്ത്യയനം സുപൂജിതൈഃ അന്നാദ്യവാസസ്രകഭീഷ്ടധേനുഭിഃ സഞ്ജാത നിദ്രാക്ഷം അശീശയച്ഛനൈഃ. ഔത്താനി ഗൗൽസുഖ്യമനാ മനസ്വിനി സമാഗതാൻ പൂജയതി വ്രജൗഗസഃ. നൈവാസൃണോദ്വൈരുദിതം സുതസ്യ സാ രുദൻ സ്തനാർത്ഥി ചരണൗ ഉദക്ഷിപത്. അദശയാനസ്യ ശിശോരനോൽപകപ്രവാളമൃദ്വം ഗൃഹതം വ്യവർത്തത. വിധ്വസ്തനാനാരസകൂപ്യഭാജനം വ്യത്യസ്തചക്രാക്ഷ വിഭിന്നകൂബരം. ദൃഷ്ട്വാ യശോദാ പ്രമുഖാ വ്രജസ്ത്രിയഃ ഔത്ഥാനികേ കർമ്മണി യാഃ സമാഗതാഃ. നന്ദാദയശ്ചാത്ഭുതദർശനാകുലാഃ കഥം സ്വയം വൈ ശകടം വ്യപര്യഗാത്. ഊചുരവ്യവസിതമതീൻ ഗോപാൻ ഗോപീശ്ച ബാലകാഃ രുദദാനേന പാദേന ക്ഷിപ്തമേതന്ന സംശയഃ. നതേ ശ്രദ്ധതിരേ ഗോപാ ബാലഭാഷിതമിത്യുത അപ്രമേയം ബലം തസ്യ ബാലകസ്യ നതേ വിദുഃ.
രുതന്തം സുതമാദായ യശോദാഗ്രഹശങ്കിത കൃതസ്വസ്ത്യയനം വിപ്രൈഃ സൂക്തൈസ്തനമപായത അപായയത് പൂർവവത് സ്ഥാപിതം ഗോപൈഃ ബലിഭിഃ സപരിച്ഛദം വിപ്രാഹുത്വാർച്ചയാഞ്ചക്രുഃ ദദ്യക്ഷതകുശാംബുഭിഃ യേ അസൂയാനൃതദംഭേർഷ്യാഹിംസാമാനവിവർജിതാഃ ന തേഷാം സത്യശീലാനാം ആശിഷോ വിഫലാകൃതാഃ ഇതി ബാലകമാദായ സാമർഗ്യജുരുപാകൃതൈഃ ജലൈഃ പവിത്രൗഷധിഭിഃ അഭിഷിച്യ ദ്വിജോത്തമൈഃ വാചയിത്വാ സ്വസ്ത്യയനം നന്ദഗോപഃ സമാഹിതഃ ഹുത്വാ ചാഗ്നിം ദ്വിജാദിഭ്യഃ പ്രാദാദന്നം മഹാഗുണം ഗാവഃ സർവഗുണോപേതാ വാസസ്രഗൃഗ്മമാലിനീഃ ആത്മജാഭ്യുദയാർത്ഥായ പ്രാദാത്തെ ജന്മയുഞ്ജത വിപ്രാ മന്ത്രവിദോ യുക്താസ്തൈര്യാ പ്രോക്താസ്തദാശിഷഃ താ നിഷ്ഫലാ ഭവിഷ്യന്തി ന കദാചിദപി സ്ഫുടം ഏകദാരോഹമാരൂഢം ലാളയന്തി സുതം സതി ഗരിമാണം ശിശോർവോടും നസേഹേ ഗിരികൂടവത് ഭൂമൗ നിധായ തം ഗോപി വിസ്മിതാ ഭാരപീഡിത മഹാപുരുഷമാദദ്ഭ്യൗ ജഗതാം ആസകർമ്മസു ദൈത്യോ നാംനാ തൃണാവർത്തഃ കംസഭൃത്യഃ പ്രണോദിതഃ ചക്രവാദസ്വരൂപേണ ജഹാരാസീനമർഭകം ഗോകുലം സർവമാവൃണ്വന് മുഷ്ണം ചക്ഷൂംഷിരേണുഭിഃ ഈരയൻ സുമഹാഘോരശബ്ദേന പ്രതിശോദിശഃ മുഹൂർത്തമഭവദ്ഗോഷ്ടം രജസാ തമസാവൃതം സുതം യശോദാ നാപശ്യത തസ്മിന്യസ്തവതീയതഃ നാപശ്യത് കശ്ചനാത്മാനം പരം ചാപി വിമോഹിതഃ തൃണാവർത്തനിസൃഷ്ടാഭിഃ ശർക്കരാഭിർ ഉപദ്രുതഃ ഇതി കരപവനചക്രപാംസു വർഷേ സുതപദവീം അബലാവിലക്ഷ്യ മാതാ അതികരുണമനുസ്മരന്ത്യശോചദ്ഭുവി പതിതാ മൃതവത്സകാ യദാ ഗൗഃ രുദിതമനുനിശമ്യ തത്ര ഗോപ്യോ വൃഷമനുതപ്തദിയോശ്രുപൂർണമുഖ്യഃ രുരുതുരനുപലഭ്യ നന്ദസൂനും പവന ഉപാരതപാംസു വർഷവേഗേ തൃണാവർത്തശാന്തരയോ വാത്യരൂപധരോഹരൻ കൃഷ്ണം നഭോഗോ ഗന്തും നാശക്നോദ്ഭൂരിഭാരഭൃത് തമശ്മാനം മന്യമാന ആത്മനോ ഗുരുമത്തയാ ഗളേ ഗൃഹീത ഉത്സ്രഷ്ടും നാശക്നോദത്ഭുതാർഭകം ഗളഗ്രഹണ നിശ്ചേഷ്ടോ ദൈത്യോ നിർഗതലോചനഃ അവ്യക്തരാവോ ന്യപതത സഹ ബാലോ വ്യസുർവ്രജേ തമന്തരിക്ഷാത് പതിതം ശിലായാം വിശീർണ സർവാവയവം കരാളം പുരം യഥാ രുദ്രശരേണ വിദ്ധം സ്ത്രിയോ രുദത്യോ ദദൃശുഃ സമേതാഃ പ്രാഗായ മാത്രേ പ്രതിഹൃത്യ വിസ്മിതാഃ കൃഷ്ണം ച തസ്യോരസി ലംബമാനം തം സ്വസ്തിമന്ദം പുരുഷാദനീതം വിഹായ സാ മൃത്യുമുഖാത് പ്രമുക്തം ഗോപ്യശ്ച ഗോപാ കില നന്ദമുഖ്യാഃ ലബ്ധ്വാ പുനഃ പ്രാപുരതീവ മോദം അഹോ ബദാത് അത്യത്ഭുതമേഷ രക്ഷസാ ബാലോ നിവൃത്തിം ഗമിതോഭ്യഗാത് പുനഃ ഹിംസ്രസ്വപാപേന വിഹിംസിതഃ ഖലഃ സാധുഃ സമത്വേന ഭയാദ് വിമുച്യത്തെ കിം നസ്തപശ്ചീർണമദോക്ഷജാർച്ചനം പൂർത്തേഷ്ടദത്തമുദഭൂതസൗഹൃദം യൽ സംപരേദഃ പുനരേവ ബാലകോ ദിഷ്ട്യാ സ്വബന്ധോൻ പ്രണയന്നുപസ്ഥിതഃ ദൃഷ്ട്വാത്ഭുതാനി ബഹുശോ നന്ദഗോപോ ബൃഹദ്വനെ വസുദേവ വചോ ഭൂയോ മാനയാമാസ വിസ്മിതഃ ഏകദാർഭകമാദായ സ്വാങ്കമാരോപ്യ ഭാമിനി പ്രസ്നുതം പായയാമാസ സ്തനം സ്നേഹപരിപ്ലുതാം പീതപ്രായസ്യ ജനനീ സാ തസ്യ രുചിരസ്മിതം
മുഖം ലാളയധീരാജൻ ദൃംഭതോ ദൃശേ ഇദം ഖം രോദസി ജ്യോതിരനീകമാശാഃ സൂര്യേന്ദുവന്നിശ്വസനാംബുദീംശ്ച ദീപാന്നഗാൻ തദ്ദുഹിതൃർവനാനി ഭൂതാനി യാനി സ്ഥിരജംഗമാനി സാവീക്ഷ്യ വിശ്വം സഹസാ രാജൻ സഞ്ജാതവേപതുഃ സമ്മീല്യ മൃഗശാപാക്ഷി നേത്രേ ആസീത് സുവിസ്മിതാ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ തൃണാവർത്തമോക്ഷോ നാമ സപ്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗ ശ്രീകൃഷ്ണ ലീലാമൃതം ഭാഗവതം ദശമസ്കന്ധം 7-ാം അധ്യായം ആണെന്ന് നമ്മൾ കാണാനിരിക്കുന്നത്. കഴിഞ്ഞ 3 ക്ലാസ്സുകളെ കൊണ്ട് പൂതനാമോക്ഷം എന്നുള്ള ഭഗവാന്റെ ആദ്യത്തെ ബാലലീല നമ്മൾ വിസ്തരിച്ച് കണ്ടു. ഭഗവാന്റെ അത്ഭുതമായിട്ടുള്ള ലീല അത് നല്ലതുപോലെ നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ പൂതനയുടെ വലിപ്പം സൂചിപ്പിക്കുന്ന വർണ്ണനയൊക്കെ ചെയ്തത്. എത്ര ഗംഭീരമായിട്ടുള്ള ശരീരമാണ് അവളുടെ. വൃത്രാസുരനെ പോലെ എന്ന് പറഞ്ഞു അല്ലെ, പർവ്വതാകാരമായിട്ടുള്ള ശരീരം. അവളുടെ ശരീരം പതിച്ചതായിട്ടുള്ള സമയത്ത് തന്നെ ത്രിഗവ്യൂതി അന്തരം, ഒരു 6 വെളിപ്പാട് ദൂരത്തുള്ളതായിട്ടുള്ള വൃക്ഷങ്ങളെല്ലാം പൊടിഞ്ഞ് തകർന്നു വീണു. അവളുടെ ആ ശരീരം എങ്ങനെയുള്ളതായിരുന്നു എന്ന് വർണ്ണിച്ചു. പൊട്ടക്കിണർ പോലെയുള്ള കണ്ണുകളും ഗുഹകൾ പോലെയുള്ള മൂക്കുകളും വലിയ തുറന്നു വെച്ച വായിലെ ദംഷ്ട്രകൾ കലപ്പകൾ പോലെ 4 എണ്ണം. അവളുടെ സ്തനങ്ങൾ കൊടുമുടികൾ പോലെ കിടക്കുന്നു. അവളുടെ കയ്യും കാലും തുടകളുമെല്ലാം അണക്കെട്ട് കെട്ടിയതുപോലെ പരന്നു കിടക്കുന്നു. ചെമ്പിച്ചതായിട്ടുള്ള തലമുടി ഇങ്ങനെ പരന്നു കിടക്കുന്നു. അവളുടെ ഉദരം ശൂന്യതോയ ഹ്രദം പോലെ, വെള്ളമില്ലാത്ത ജലാശയം പോലെ, വലിയ തടാകം പോലെ കിടക്കുന്നു. അവളുടെ അടിവയറ് ഒരു മണൽത്തിട്ട പോലെ കിടക്കുന്നു. ഇങ്ങനെ ഉള്ളതായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ചിത്രം വർണ്ണിച്ചുകൊണ്ട് അതിനെ ഗോപന്മാരെ എത്ര പേര് ചേർന്നാണ് കഷ്ണം കഷ്ണമായി വിവിധങ്ങളായ ഭാഗങ്ങളിൽ കൊണ്ടുപോയി ദഹിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞതിലൂടെ എത്ര വലിയ ശക്തിയുള്ള രാക്ഷസിയാണ് അവൾ. അവൾ കാമരൂപിണിയായി സുന്ദരിയായി വന്ന് ഭഗവാന് വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് ശ്രമിച്ചു. ഭഗവാൻ നിസ്സാരമായിട്ട് താനൊന്നും ചെയ്തില്ല എന്ന മട്ടിലാണ് ഇവളുടെ പണി കഴിച്ചത്. ഭഗവാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നതായിട്ട് ആരും കണ്ടില്ല. പാല് കുടിക്കാൻ കൊടുത്തു, കുടിച്ചു. പ്രാണനാണ് കുടിച്ചതെന്ന് പൂതനയ്ക്കും ഭഗവാനും മാത്രമേ അറിയുള്ളൂ, അല്ലേ? പൂതനയ്ക്ക് മനസ്സിലായി ഇത് ആരാണ് എന്ന്. ബാക്കി കണ്ടു നിന്നവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല ഇപ്പോ ആരാണ് പൂതനയെ വധിച്ചത് എന്നുള്ളത്, ആരാണ് പൂതനയുടെ പ്രാണനെ വലിച്ചു കുടിച്ചത് എന്ന് കണ്ടു നിന്നവർക്ക് ആർക്കും ഒരു ക്ലൂ പോലും കിട്ടിയിട്ടില്ല, ആരും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് അവർ അത്ഭുത പരതന്ത്രരായി നിന്നു എന്നർത്ഥം. അപ്പോ ഇതിലൂടെ കംസനെ ഭയപ്പെടുത്താൻ ഇത് തന്നെ ധാരാളം മതി, അല്ലേ? കംസനെ അപമാനിച്ചുകൊണ്ട് നീ അയക്കുന്ന ഓരോരുത്തരെയും ഞാനിത് അതുപോലെ നിസ്സാരമായിട്ട് ആരും അറിയാതെ തട്ടിക്കളയും. നീ വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കിക്കോ, ആ അശരീരി സത്യമാവാനുള്ളതാണ്. നീ തെറ്റിദ്ധരിച്ചു, ആ അശരീരി മിഥ്യയായി പോയി എന്ന്, അല്ലേ? എന്നാൽ അങ്ങനെയല്ല.
നിന്നെ വധിക്കാനുള്ള ആൾ തയ്യാറായിട്ടുണ്ട്, അത് ഞാൻ തന്നെയാണ്, ഇവിടെ തന്നെയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ തുടങ്ങി വെച്ചു എന്നർത്ഥം. അങ്ങനെ കംസന്റെ ഉള്ളില് ഭയത്തെ ജനിപ്പിച്ചു. ഇനി ഈ ഉണ്ണി ഒരു ഭാഗ്യമുള്ള എന്തോ ഒരു ജന്മമാണ് എന്ന് ഈ കണ്ടവരായിട്ടുള്ള ഈ ഗോപികമാരും നന്ദനും എല്ലാം ധരിച്ച ആ കുട്ടിയോട് ബഹുമാനം കൂടാനുള്ള കാരണമാകും. അതുപോലെ എന്താ പറയുക, ലോകരക്ഷയ്ക്ക് വേണ്ടി വന്നാൽ സ്ത്രീവധവും ചെയ്യേണ്ടതാണെന്നുള്ള ധർമ്മം ഭഗവാൻ ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന പോലെയുള്ള ഒരു ലീലയായിരുന്നു. ബാലരൂപത്തിൽ ആരും അറിയാതെ ഭഗവാൻ ഈ ലീല ചെയ്തതുകൊണ്ട് തന്നെ തന്റെ വീര്യം എത്രയാണ് എന്ന് ഭാവിയിൽ ആളുകൾക്ക് ചിന്തിക്കാനുള്ള ഒരു പ്രേരണയായി. എത്ര ശക്തിയുള്ള ആളാണ് ഭഗവാൻ. അതുപോലെ എത്രയോ കുട്ടികൾ ഇനി അവൾ കൊല്ലാനിരിക്കുന്ന കുട്ടികളെയൊക്കെ ഭഗവാൻ ആപത്തിൽ നിന്ന് രക്ഷിച്ചു. ആ ബാലഘാതിനിയായ രാക്ഷസിയെ ഭഗവാൻ വധിച്ചു കളഞ്ഞു. അങ്ങനെ ഭഗവാൻ ഇതിലൂടെ സത്യമറിയുന്നവർക്കൊക്കെ ഭഗവാന്റെ മാഹാത്മ്യം, ഭഗവാന്റെ യശസ് പാടിപ്പുകഴ്ത്താനുള്ള ഒരു ഗംഭീരമായിട്ടുള്ള കഥയായി. ഇനി തന്നെ ദ്വേഷിക്കുന്നവർക്ക് പോലും മോക്ഷം കൊടുക്കുന്നതാണ് ഭഗവാന്റെ ഈ അവതാരമെന്ന് ഈ അവതാരത്തിലുള്ള ഭഗവാൻ പ്രഖ്യാപിച്ചു. എന്റെ അടുത്തേക്ക് വരുന്നവരാരാണെങ്കിലും അവർ ഏത് ഭാവത്തിൽ വന്നാലും അവർക്ക് ഞാൻ മോക്ഷം കൊടുക്കും എന്നുള്ളത് സൂചിപ്പിച്ചു. ഇനി ഭഗവാന്റെ ഇതുപോലെയുള്ള അത്ഭുത കഥകൾ കേൾക്കുന്നവർക്ക് ഭഗവാനോടുള്ളതായിട്ടുള്ള ആശ്രയഭാവം, വിശ്വാസം, ഭക്തി ഇതെല്ലാം വർദ്ധിപ്പിക്കുന്നതാണെന്ന് ഫലശ്രുതിയിലൂടെ പറയുകയും ചെയ്തു. അല്ലേ? ഗോവിന്ദേ ലഭതേ രതിം. അതുപോലെ ആ പൂതനയുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധം വമിച്ചതിലൂടെ അവളുടെ വാസന മാറി, അവളുടെ ദുഷിച്ച വാസനകളെല്ലാം മാറി, അവള് ശുദ്ധവാസനയായി മാറി. അപ്പൊ ആരാണോ ഇപ്പൊ അവൾക്ക് ഭഗവാന്റെ ദേഹസ്പർശം കൊണ്ട് അവളുടെ വാസനകളെല്ലാം മാറിയതുപോലെ നമ്മൾ ഓരോരുത്തരും ഭഗവാനെ മനസ്സിൽ ചിന്തിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ദുഷിച്ച വാസനകളൊക്കെ മാറി നമ്മൾക്ക് സദ്വാസനകൾ നിറഞ്ഞ് നമ്മളിൽ നിന്ന് ലോകത്തേക്ക് സുഗന്ധം പരക്കും എന്നുള്ളതായിട്ടുള്ള സൂചനയും ഭഗവാൻ കൊടുത്തു. ഇനി ആ അമ്മമാർക്കും ഗോപികമാർക്കും ഒക്കെ ഈ കുട്ടിയെ പരിപാലിച്ച് ലാളിക്കുന്നത് നമ്മുടെ ഭാഗ്യമാണ് എന്നുള്ള തോന്നലുണ്ടാക്കി. ഇങ്ങനെ എല്ലാ രീതിയിലും ഈ ഭഗവാന്റെ ആദ്യത്തെ ലീല തന്നെ അത്യത്ഭുതമായിട്ടുള്ള ലീലയായിരുന്നു എന്ന് അനേക സംഗതികളെ കൊണ്ട് എന്താ പറയുക ഒരു എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിച്ചു, എല്ലാവർക്കും അത്ഭുതത്തെ ജനിപ്പിച്ചു. ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ലീലയാണ് ഭഗവാൻ ചെയ്തത്. ആർക്കും മറക്കാൻ കഴിയാത്ത ലീല. ഈ കഥ കേൾക്കുന്നവരൊന്നും ഒരിക്കലും മറക്കില്ല എന്നർത്ഥം. അങ്ങനെയുള്ള അത്ഭുത ലീലയാണ് പൂതനാമോക്ഷം. അപ്പൊ ആ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു എന്നുള്ളതും ബാക്കിയുള്ളവർക്കൊക്കെ എന്തെല്ലാം ഭഗവാൻ കരുതിയിരിക്കുന്നു. ഭഗവാനെ പ്രേമപൂർവം സ്നേഹിച്ച് പാലൂട്ടുന്നതായിട്ടുള്ള അമ്മമാർക്കും ഭഗവാന് എന്തും വാരിക്കോരി കൊടുക്കുന്ന ഗോപികമാർക്കും തങ്ങളെ തന്നെ കൊടുക്കുന്നതായിട്ടുള്ള സജ്ജനങ്ങൾക്കും ഭക്തന്മാർക്കും ഭഗവാൻ എന്തു തന്നെ കൊടുക്കുകയില്ല. അനന്യാശ്ചിന്തയന്തോ മാം യേജന പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്നുള്ള ഭഗവാന്റെ ആ ഒരു വാഗ്ദാനം തീർച്ചയായിട്ടും സത്യമാണ് എന്ന് നമ്മുടെ ഉള്ളില് വിശ്വാസത്തെ ജനിപ്പിക്കുന്നതാണ് ഈ ഭഗവാന്റെ ലീലകൾ. എന്തായാലും ഭഗവാന്റെ അടുത്ത ലീലയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ ലീല കേട്ടിട്ട് തന്നെ അത്ഭുത പരതന്ത്രനായിരിക്കുന്ന പരീക്ഷിത്ത് രാജാവ് ഇതുപോലെയുള്ള ഭഗവാന്റെ അത്ഭുത ലീലകൾ ഇനിയും കേൾക്കണം എന്നുള്ള തന്റെ ആ ഒരു ജിജ്ഞാസയെ, കൗതുകത്തെ, ശ്രദ്ധയെ എല്ലാം ആ ഗുരുവിന്റെ മുമ്പിൽ വീണ്ടും അവതരിപ്പിക്കുന്നു. അല്ലെ? കൃഷ്ണാവതാരം ആരംഭിക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ഇതുപോലെയുള്ള ശ്രദ്ധ കൊണ്ടാണ്. ഇനി അതിന്റെ ഉള്ളിലും വീണ്ടും വീണ്ടും തന്റെ ശ്രദ്ധ ഇപ്പോഴും വളരെ എന്താ പറയുക തീവ്രമായി തന്നെ ഇരിക്കുന്നു. കുറയല്ല, കൂടുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ കഥകളിൽ തനിക്ക് അഭിരുചി വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. ഒട്ടും കുറയുന്നില്ല. കേൾക്കുന്തോറും ആനന്ദം നൽകുന്നു എന്നുള്ള ഭാവം അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. നമ്മൾക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അല്ലെ? ഭഗവാന്റെ കഥകൾ കേൾക്കുന്തോറും മതിയാവുന്നുവോ അതോ ഇനിയും വേണമെന്ന് തോന്നുന്നുവോ?
എത്ര കേട്ടാലും മതിയാവുന്നില്ല എന്ന് തോന്നുന്നുവോ? തീർച്ചയായിട്ടും ഈ പൂതനാമോക്ഷം കേട്ടുകഴിഞ്ഞാൽ ഇനിയും കേൾക്കണം എന്നുള്ള തോന്നലാണ് ഉണ്ടാകേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള പാപവാസനകൾ നശിച്ചിട്ട്, അല്ലേ? നമ്മുടെ ഉള്ളിലുള്ള പാപവാസനകൾ, ദുഷ്ടവാസനകൾ ക്ഷയിച്ച് നമ്മുടെ ഉള്ളിൽ സദ്വാസന വരുമ്പോൾ, സത്വഗുണം വർദ്ധിക്കുമ്പോൾ നമുക്ക് ഇനിയും ഭഗവാന്റെ കഥകൾ കേൾക്കണം എന്നുള്ള താല്പര്യമാണ് വർദ്ധിച്ചു വരേണ്ടത്. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പൂതകളായിട്ടില്ല, നമ്മളും പൂതനകളായിട്ട് തന്നെ ഇരിക്കണമെന്നാണ് താല്പര്യം. ആരും പൂതനകളാവാതിരിക്കട്ടെ, എല്ലാവരും പൂതരാവട്ടെ, അല്ലെ? പൂതനയെ പൂതയാക്കിയ കഥയാണ്. പൂതന എന്ന് പറഞ്ഞാൽ ന പൂത, പവിത്രയല്ലാത്തവൾ, ശുദ്ധിയില്ലാത്തവൾ, ദുഷ്ടസ്വഭാവമുള്ളവൾ. അവളെ ഭഗവാൻ പൂതയാക്കി, പവിത്രയാക്കി, പരിശുദ്ധയാക്കി എന്നർത്ഥം. നമ്മളും അതുപോലെ ഈ കഥകൾ കേൾക്കുന്ന നമ്മുടെ ഉള്ളിലും പരിശുദ്ധി ഉണ്ടാകട്ടെ, നമ്മുടെ വാസനകളെ ക്ഷയിപ്പിക്കട്ടെ അത്. അപ്പോ പരീക്ഷത്തിന്റെ ചോദ്യത്തോടു കൂടിയിട്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ഒരു 3 ശ്ലോകങ്ങൾ. ആദ്യം പരീക്ഷത്തിന്റെ ചോദ്യം, അത് കഴിഞ്ഞ് പിന്നെ 17-ാം ശ്ലോകം വരെ 14 ശ്ലോകങ്ങൾ കൊണ്ട് ശകടാസുരവധം, പിന്നീട് ഒരു 16 ശ്ലോകങ്ങൾ കൊണ്ട് തൃണാവർത്തവധം, പിന്നീട് ഒരു 4 ശ്ലോകം കൊണ്ട് ഭഗവാന്റെ വായിൽ വിശ്വരൂപം ദർശിപ്പിക്കുന്ന കഥ. ഇങ്ങനെ 3 കഥകൾ നിരനിരയായിട്ട് വരികയാണ്. നമുക്ക് ആദ്യത്തെ ഭാഗം നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ശ്രീമദ് ഭാഗവതേ ദശമസ്കന്ധേ സപ്തമോധ്യായഃ. രാജോവാച യേന യേനാവതാരേണ ഭഗവാൻ ഹരിരീശ്വരഃ കരോതി കർണരമ്യാണി മനോജ്ഞാനി ച നഃ പ്രഭോ. രാജോവാച യേന യേനാവതാരേണ ഭഗവാൻ ഹരിരീശ്വരഃ കരോതി കർണരമ്യാണി മനോജ്ഞാനി ച നഃ പ്രഭോ. രാജാ ഉവാച, പരീക്ഷിത്ത് രാജാവ് ചോദിക്കുകയാണ്, ഹേ പ്രഭോ എന്നത് പരീക്ഷിത്ത് ശുകബ്രഹ്മർഷിയെ സംബോധന ചെയ്യണം. അല്ലയോ ശ്രീ ശുകബ്രഹ്മർഷേ, പ്രഭോ. ഈശ്വരഃ ഹരിഹി ഭഗവാൻ. ഭഗവാൻ എല്ലാറ്റിന്റെയും നിയന്താവാണ്, ഈശ്വരനാണ്, ഹരിയാണ്, ഭഗവാൻ വിഷ്ണുവാണ്. എല്ലാവരുടെ ദുഃഖങ്ങളെയും പാപങ്ങളെയും ഹരിക്കുന്നവൻ, ദുഷ്ടന്മാരെ ഹരിക്കുന്നവനായിട്ടുള്ള ഭഗവാൻ ഷഡ്ഗുണ പരിപൂർണനായിരിക്കുന്ന ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം മുതലായിട്ടുള്ള ഗുണങ്ങൾ ആരിലാണോ പരിപൂർണമായിരിക്കുന്നത്, അങ്ങനെയുള്ള ഷഡ്ഗുണ പരിപൂർണനായിരിക്കുന്ന ആ ഈശ്വരൻ ഭഗവാൻ യേന യേന അവതാരേണ കരോതി അത് നഹ കർണരമ്യാണി മനോജ്ഞാനി. ഭഗവാൻ ഏതേത് അവതാരങ്ങളെ കൊണ്ട് എന്തെന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുവോ, എന്തെല്ലാം കരോതി, അവതാരേണ യേന യേന കരോതി. അപ്പൊ ഏതേത് അവതാരങ്ങളെ കൊണ്ട് എന്നുവെച്ചാൽ അനേക അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട്. അതിലിപ്പോ കൃഷ്ണാവതാരമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ മുമ്പ് എടുത്തിട്ടുള്ള ഭഗവാന്റെ അവതാരങ്ങളും കർണരമ്യങ്ങളാണ്. ഇത് മൊത്തത്തില് സാമാന്യമായിട്ട് ആദ്യം പറയുകയാണ്. കൃഷ്ണാവതാര കഥകൾ കേൾക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒന്നാമത്തെ കഥ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോ ബാക്കിയുള്ള മുൻ കേട്ടതായിട്ടുള്ള അവതാരങ്ങളെ കൂടി, ആ ലീലകളെ കൂടി ഇവിടെ സംഗ്രഹിച്ചുകൊണ്ട് ഏത് അവതാരം എടുത്താലും ഭഗവാൻ ഇങ്ങനെയുള്ള അത്ഭുത കർമ്മങ്ങളാണല്ലോ ചെയ്യുന്നത് എന്ന്, അല്ലെ? നവമസ്കന്ധത്തിൽ ഭഗവാന്റെ ശ്രീരാമാവതാരം, പരശുരാമാവതാരാദികളൊക്കെ വർണ്ണിച്ചു. അഷ്ടമസ്കന്ധത്തിൽ ഭഗവാന്റെ ഒരുപാട് അവതാരങ്ങൾ വർണ്ണിച്ചു. 14 മന്വന്തരങ്ങളിലും ഭഗവാൻ ഓരോ അവതാരങ്ങൾ എടുക്കുന്നു. അതിൽ വിശേഷമായിട്ട് ഗജേന്ദ്രമോക്ഷം ചെയ്ത ഭഗവാന്റെ ആ ലീല, അതുപോലെ പാലാഴി മദനം ചെയ്ത ലീല, അതുപോലെ മോഹിനിയായതും എല്ലാം അത്ഭുതം. വാമനാവതാരം, മത്സ്യാവതാരം, ഇങ്ങനെ അതിനു മുമ്പ് സപ്തമസ്കന്ധത്തിൽ ഭഗവാന്റെ അത്ഭുതമായിട്ടുള്ള നരസിംഹാവതാരം, ഇങ്ങനെ അനേക അവതാരങ്ങളെക്കുറിച്ച് ഇതുവരെയ്ക്ക് ശുകബ്രഹ്മർഷി പറഞ്ഞു. അപ്പൊ അതൊക്കെ തന്നെ ഏതേത് അവതാരങ്ങൾ കൊണ്ട് ഭഗവാൻ ഏതേത് കർമ്മങ്ങൾ ചെയ്യുന്നുവോ കരോതി, അത് നഹ കർണരമ്യാണി മനോജ്ഞാനി, കർണരമ്യാണി മനോജ്ഞാനി ഭവന്തി എന്ന കൂടിയല് ചേർത്ത് വായിക്കാം.
ഞങ്ങൾക്ക് കേൾക്കുന്ന കർണങ്ങൾക്ക് രമണീയങ്ങളായിരിക്കുന്നു, രമിപ്പിക്കുന്നതാകുന്നു, സന്തോഷിപ്പിക്കുന്നതാകുന്നു, അതിൽ രതി നൽകുന്നതാകുന്നു. കേട്ടാലും കേട്ടാലും മതിയാവുന്നില്ല എന്നുള്ള തോന്നല് അല്ലെ? കൊച്ചുകുട്ടികൾക്ക് ഐസ്ക്രീം തിന്നുമ്പോൾ അത് നാവിന് രമ്യങ്ങളാണ്, നാവിനെ രമിപ്പിക്കുന്നതാണ്. അത് എത്ര കഴിച്ചാലും കുട്ടികൾക്ക് മതിയാവില്ല. ഇനിയും കൊണ്ടാ എന്ന് പറയും. പിന്നെ വല്ല അസുഖങ്ങൾ വരും എന്ന് പറഞ്ഞിട്ട് അമ്മമാരാണ് പിടിച്ചു വെക്കുക. കുറച്ച് കുറച്ച് കഴിച്ചാൽ മതി എന്ന് പറയുക. അതുപോലെ നമ്മൾക്ക് ഈ കർമ്മപീയൂഷങ്ങളാണ്, രമ്യങ്ങളാണ്, എത്ര കേട്ടാലും മതിയാവാത്തതാണ്. മനോജ്ഞാനി, മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്നത് എന്നർത്ഥം. മനോജ്ഞം എന്ന് പറഞ്ഞാൽ മനോഹരം തന്നെയാണ്, മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്നത്, മനോരഞ്ജകങ്ങളാണ് എന്നർത്ഥം. കേൾക്കും തോറും നമ്മുടെ ഉള്ളില് ആഹ്ലാദം, ഒരു ആനന്ദം, തൃപ്തി വർദ്ധിച്ചു വരും. അപ്പൊ അങ്ങനെയുള്ളതാണ് ഭഗവാന്റെ കഥകളെന്ന് ആമുഖമായി ആദ്യം പറഞ്ഞിട്ട് അതിന്റെ മാഹാത്മ്യത്തെ വീണ്ടും വർണ്ണിക്കുകയാണ്. യത് ശൃണ്വതോപൈത്യരതിർവിതൃഷ്ണാ സത്വം ച ശുദ്ധ്യത്യചിരേണ പുംസഃ ഭക്തിർഹരൗ തത്പുരുഷേ ച സഖ്യം തദേവ ഹാരം വദ മന്യസേ ചേത്. യത് ശൃണ്വതോപൈത്യരതിർവിതൃഷ്ണാ സത്വം ച ശുദ്ധ്യത്യചിരേണ പുംസഃ ഭക്തിർഹരൗ തത്പുരുഷേ ച സഖ്യം തദേവ ഹാരം വദ മന്യസേ ചേത്. അപ്പോ യത് ശൃണ്വതഃ അപൈതി അരതിഹി വിതൃഷ്ണാ സത്വം ച ശുദ്ധ്യതി അചിരേണ പുംസഃ ഭക്തിഹി ഹരൗ തൽപുരുഷേ ച സഖ്യം. ആ ഭഗവാന്റെ കഥകൾ കൊണ്ടുള്ള പ്രയോജനത്തെ പറയണം. എന്തിനാ വെറുതെ പ്രയോജനമില്ലാതെ നേരം കളയണത് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പ്രയോജനമുള്ളതാണ്. നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രയത്നിക്കുന്നത്, സമയം കളയുന്നത്? സുഖം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സുഖം എങ്ങനെ ഉണ്ടാവും? അത് മനസ്സിന്റെ പ്ലസന്റ് ആയിരിക്കുന്ന ഭാവമാണ് സുഖം, അല്ലാതെ അന്തരീക്ഷത്തിലെ പ്രകൃതിയിലുള്ള മാറ്റം കൊണ്ടല്ല, ചുറ്റുപാടുള്ള മാറ്റം കൊണ്ടല്ല, ശരീരത്തില് ഉള്ള സുഖം കൊണ്ടല്ല. മനസ്സിന്റെ സുഖമാണ് സുഖം. അപ്പൊ മനസ്സിനെ സുഖമാവണമെങ്കിൽ മനസ്സിന് പ്ലസന്റ് ആയിരിക്കാൻ സഹായിക്കുന്ന മൂല്യങ്ങൾ, ഗുണങ്ങൾ മനസ്സിൽ നിറഞ്ഞിരിക്കണം. അപ്പൊ പ്രയോജനമുള്ളതല്ലേ? തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രയോജനമുള്ളത് തന്നെയാണ്, എല്ലാവർക്കും സുഖം നൽകുന്നത് തന്നെയാണ്. കാരണം യത് ശൃണ്വതഃ, ഏതൊരു ഭഗവാന്റെ അവതാര ലീലകളെ ശൃണ്വതഃ കേൾക്കുന്ന ഒരാൾക്ക്, ആ ശൃണ്വതഃ പുംസഃ എന്ന് അർത്ഥം. പിന്നീട് രണ്ടാമത്തെ വരിയിൽ പുംസഃ എന്ന് വരുന്നുണ്ട്. ശൃണ്വതഃ പുംസഃ, കേൾക്കുന്ന മനുഷ്യർക്ക് എന്നർത്ഥം. ഇവിടെ പുമാൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയും പെട്ടു. എല്ലാവർക്കും എന്തുണ്ടാവുന്നു? അപൈതി അരതിഹി. അപൈതി എന്ന് പറഞ്ഞാല് ഇല്ലാതാകുകയാണ്. എന്താ ഇല്ലാതാകുന്നത്? വിതൃഷ്ണ അല്ല, വിതൃഷ്ണ അപൈതി, അരതിഹി അപൈതി. അരതി എന്ന് പറഞ്ഞാല് ഇതിൽ താല്പര്യമില്ലായ്മ, ഭഗവാന്റെ കഥകളിൽ താല്പര്യമില്ലായ്മ കേൾക്കും തോറും മാറും. ആദ്യമൊന്നും രതി ഉണ്ടാവില്ല, അരതി ഉണ്ടാവുള്ളൂ. ഭഗവാന്റെ കഥകള് പ്രാകൃതന്മാരായിട്ടുള്ള ആളുകൾക്ക്, ഇതുവരെ കേട്ടിട്ടേ ഇല്ലാത്തവർക്ക് ഒരു രുചിയുണ്ടാവില്ല, ഒരു രതിയുണ്ടാവില്ല. കേൾക്കും തോറുമാണ് അതിന്റെ രതി വർദ്ധിച്ചു വരിക. എത്രത്തോളം കൂടുതൽ കേൾക്കുന്നുവോ അപ്പോഴാണ് അതിൽ രതി വർദ്ധിച്ചു വരിക. അപ്പൊ അരതിഹി അപൈതി, അരതി പോകുന്നു, രതിയില്ലായ്മ മാറുന്നു, രുചി ഉണ്ടായി വരുന്നു, താല്പര്യമുണ്ടായി വരുന്നു. കാരണം ഇന്ന് വരെ അനുഭവിക്കാത്തൊരു വസ്തുവിനെ കുറിച്ച് നമുക്ക് സ്വാദുണ്ടാവില്ല. പുതിയ വസ്തുക്കൾ സ്വാദ് നോക്കാൻ നമുക്ക് മടിയാണ്, പലർക്കും ഭയമാണ്, അകന്നു നിൽക്കുകയേ ഉള്ളൂ. ആരെങ്കിലും നിർബന്ധിച്ച് നമ്മളോട് പറയണം, ഇത് നല്ലതാണ്, ഇത് കഴിച്ചു നോക്കൂ, ഇതിന് നല്ല രുചിയുണ്ട്, നല്ല സ്വാദാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് പലരും നിർബന്ധിക്കുമ്പോൾ വളരെ വേണ്ടപ്പെട്ടവരായതുകൊണ്ട് അവരോടുള്ള വിശ്വാസം കൊണ്ട് അവർ നമ്മുടെ ടേസ്റ്റ് ഏകദേശം അവർ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് എന്നൊക്കെ അറിയുമ്പോൾ നമ്മൾ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി എന്നാൽ തിരി നോക്കാം എന്ന് പറഞ്ഞ് നമ്മൾ അല്പം എടുത്ത് രുചിച്ച് നോക്കും. അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം വലിയ രുചിയൊന്നും ഉണ്ടാവില്ല. എങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി പറയാ കൊള്ളാം, വൗ എന്നൊന്നും പറയില്ല ആദ്യമേ തന്നെ. ചിലപ്പോൾ നന്നായിട്ടുണ്ട്, കൊള്ളാം എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു തന്നൂര്, അവരെ സന്തോഷിപ്പിക്കാനായിട്ട്.
കുറച്ച് കുറച്ച് കഴിയുമ്പോൾ പിന്നെയും പല പ്രാവശ്യം ഇത് തിന്നേണ്ട അവസ്ഥ വരുമ്പോൾ നമുക്കതിൽ രുചി വർദ്ധിച്ചു വരും. അങ്ങനെ ഏത് ടേസ്റ്റും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് പല പ്രാവശ്യം അനുഭവിച്ചിട്ടാണ് ഈ വാസന നമ്മുടെ ഉള്ളിൽ ദൃഢമാകുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ വാസന വളർന്നു വന്നത്. എല്ലാ വാസനകളും, അതിപ്പോ സദ്വാസനയാണെങ്കിലും ദുർവാസനയാണെങ്കിലും, ആദ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ അത് ചെറിയൊരു അടയാളം, ഒരു കറ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കും. പിന്നീട് വീണ്ടും അത് അനുഭവിക്കുമ്പോൾ ആ കറ ഒന്നുകൂടെ ഒന്ന് ആഴത്തിലാവും, ഒരു ചാലായിട്ട് മാറും. പിന്നീട് അത് വലിയ വലിയ ചാലുകളായിട്ട് പരിണമിക്കും. പിന്നെ ആ വഴിക്ക് തന്നെയായിരിക്കും നമ്മുടെ ചിന്ത ഒഴുകുന്നത്. അതിനു വേണ്ടി തന്നെയായിരിക്കും നമ്മുടെ പ്രയത്നങ്ങളൊക്കെ. ഇങ്ങനെയാണ് എല്ലാ വാസനകളും നമ്മളിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ ഭഗവാന്റെ കഥ കേൾക്കുക എന്നുള്ളത് ഒരു വാസനയായിട്ട് മാറണം, നമുക്ക് ഒരു ഹാബിറ്റായിട്ട് മാറണം, ഒരു അഡിക്ഷനായിട്ട് മാറണം. ഇതുകൊണ്ട് ഹാനിയില്ല. ബാക്കിയുള്ളതൊക്കെ നമ്മളെ ദുഃഖത്തിലേക്ക് നയിക്കുന്ന, ക്ലേശങ്ങളിലേക്ക് നയിക്കുന്ന, നഷ്ടങ്ങളിലേക്ക് നയിക്കുന്ന, അസ്വസ്ഥതകളിലേക്ക് നയിക്കുന്ന അഡിക്ഷൻസ് ആണ്. ഈ അഡിക്ഷൻ, ഭഗവാന്റെ കഥ കേൾക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് ഒരു തരത്തിലുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നതല്ല. നമുക്കൊരിക്കലും ഉണ്ടാക്കില്ല. ചിലപ്പോൾ നമ്മൾ അധികം അഡിക്റ്റഡ് ആയിട്ട് നമ്മുടെ വീട്ടിലെ ധർമ്മങ്ങളൊക്കെ മറന്നു എന്ന് വരും. അപ്പോ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായി എന്ന് വരും. അത് അവരുടെ സ്വാർത്ഥത കൊണ്ട് തോന്നുന്നതാണ്. അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ല, എപ്പോ നോക്കിയാലും ഈ ഭാഗവതവും കേട്ടോണ്ടിരിക്കൂ എന്ന് പറഞ്ഞ് ചിലപ്പോൾ വീട്ടിലുള്ള ആളുകളൊക്കെ നമ്മളോട് യുദ്ധത്തിനൊക്കെ വരും, ബഹളത്തിനൊക്കെ വരും. അത് അവരുടെ സ്വാർത്ഥതയാണ്. അവർക്കിതിന്റെ മാഹാത്മ്യം അറിയാത്തത് കൊണ്ടാണ്. അവർക്ക് വേണ്ടത് നിങ്ങൾ എപ്പോഴും അവരുടെ പുറകെ അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് ഉണ്ടാവണം. എത്ര തന്നെ വേണ്ടതൊക്കെ ചെയ്തു കൊടുത്താലും കൂടെ നിന്ന് ചെയ്തു കൊടുത്തില്ലെങ്കിൽ പരിഭവിക്കും, അല്ലെ? കഴിക്കാനുള്ളതൊക്കെ അവിടെ മേശപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്തു കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ പോലും നീ വന്ന് വിളമ്പി തന്നാലേ ശരിയാവുള്ളൂ എന്ന് ഭാര്യമാരോട് ആജ്ഞാപിക്കും ഭർത്താക്കന്മാര്. അല്ലെങ്കിൽ അവർ കഴിക്കില്ല, അല്ലേ? അപ്പൊ ഈ ഭാര്യയ്ക്ക് വല്ല അസുഖം പിടിച്ചാലോ, ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാലോ, അല്ലെങ്കിൽ മരിച്ചു പോയാൽ തന്നെ എന്ത് ചെയ്യും? അത് ചിന്തിക്കുന്നില്ല. ഇയാള് തന്നെ ഇല്ലാതായാൽ എന്ത് ചെയ്യും? അപ്പൊ ഇപ്പൊ ഇത്രയൊക്കെ ചെയ്തു തരുന്നില്ലേ അവരെ കൊണ്ടാവുന്നത് പോലെ? ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിലേക്കല്ലേ അവർക്ക് രുചിയുള്ളൂ. വേറെ സീരിയൽ കണ്ടോണ്ടിരിക്കുകയല്ല, വേറെന്തെങ്കിലും പരദൂഷണം പറയല്ല, സിനിമയ്ക്ക് പോയതല്ല, ഷോപ്പിങ്ങിന് പോയതല്ല, വേറൊന്നിനുമല്ല. വെറുതെ നേരം കളഞ്ഞിട്ടില്ല. ഭഗവാന്റെ കഥ കേൾക്കുക, അത് മനസ്സ് ശുദ്ധമാക്കുന്നതാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ച്, കഥ കേൾക്കുന്നവരെ സംബന്ധിച്ച് വാസ്തവത്തില് ഇത് ഏറ്റവും നല്ലൊരു അഡിക്ഷനാണ്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായാൽ ആയിക്കോട്ടെ എന്ന്. എന്നായാലും ഈ മറ്റുള്ളവരെന്ന് പറയുന്നതൊക്കെ അവരുടെ പണി നോക്കി പോകുന്നവരാണ്. എല്ലാവരും അവരുടെ പണി നോക്കി പോകുന്നവരാണ്. അവര് പോകുകയും ചെയ്യും, നമ്മളായിട്ട് അനുവദിക്കൂല്ല. അപ്പൊ നമ്മൾക്ക് ആ രുചി വളർന്നിട്ടും ഉണ്ടാവില്ല. നമ്മള് ശൂന്യതയിൽ ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അന്തം വിട്ട് നിൽക്കും, ഇല്ലേ? പല ഇതുപോലെ തടയുന്ന ഭർത്താക്കന്മാരൊക്കെ ചിലപ്പോ നമ്മളെ വിട്ടുപോകും, അകാലത്തിൽ മരിച്ചു പോകും, അല്ലെങ്കിൽ കാലമായി മരിച്ചു പോകും. നമ്മൾ ഇതുവരെ അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുഴുവൻ അങ്ങനെ കാത്തിരുന്നു. അവസാനം അവര് പോണ പോക്കിൽ പോയി, നമ്മുടെ കയ്യിലൊന്നുമില്ല, ശൂന്യം. ഇതുവരെ ഒരു സംസ്കാരവും ആർജിച്ചിട്ടില്ല, ഒരു നല്ല ഗുണങ്ങളുമില്ല. ഈ വയസ്സുകാലത്തിട്ട് രുചിയും വരുന്നില്ല, ഭഗവാന്റെ കഥകളിലേക്ക് ഒരു താല്പര്യവും വരുന്നില്ല. ആകെ നിരാശ കൊണ്ട് മനസ്സ് മടുത്തിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പേ നല്ല ആരോഗ്യമുള്ളപ്പോ തന്നെ ഭഗവാന്റെ കഥകളിൽ രുചി ഉണ്ടായിക്കോട്ടെ, അതിൽ യാതൊരു വിരോധമില്ല. അത് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയുക, സ്വന്തം കർത്തവ്യങ്ങൾ, ധർമ്മങ്ങൾ ഒന്നും മറക്കാതിരിക്കാം. എപ്പോഴും അത് നേരത്തെ കൂട്ടി ചെയ്ത് സമയമുണ്ടാക്കി നമ്മൾ സമയം ഉണ്ടാക്കാം. നമ്മുടെ കർത്തവ്യങ്ങൾ വേഗം ചെയ്തു വന്നിട്ട് നമ്മുടെ സമയം ഇതിനു വേണ്ടി വിനിയോഗിക്കാം. അല്പം സ്വാർത്ഥത ഈ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവുന്നതിൽ യാതൊരു ദോഷവും ഇല്ല. ഇത് തന്നെയാണ്, ഈ സ്വാർത്ഥത തന്നെയാണ് പുരുഷാർത്ഥം, പരമപുരുഷാർത്ഥം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നുള്ള പുരുഷാർത്ഥത്തിൽ ഈ മോക്ഷത്തിന് വേണ്ടിയുള്ള പുരുഷാർത്ഥം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്, ഉണ്ടാവണം, വർദ്ധിക്കണം. അതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അപ്പോ ആ കേൾക്കുന്നവരുടെ ഉള്ളിൽ അരതിഹി,
അരതിഹി അപൈതി. ഭഗവാന്റെ കഥകളോടുള്ള ഒരു അപ്രീതി അത് മാറിക്കിട്ടും, പ്രീതി വർദ്ധിച്ചു വരും. വിതൃഷ്ണ അപൈതി, അതിനോടുള്ള എന്താ പറയുക, തൃഷ്ണയില്ലായ്മ, ആസക്തിയില്ലായ്മ അതൊക്കെ മാറി വരും. ആശ മേൽക്കുമേൽ വർദ്ധിച്ചു വരും. ഏത് ആശ? ഇനിയും കേൾക്കണം, ഭഗവാന്റെ കഥ ഇനിയും കേൾക്കണം എന്നുള്ളതായിട്ടുള്ള തൃഷ്ണ വർദ്ധിച്ചു വരും. വിതൃഷ്ണ അപൈതി. സത്വം ച ശുദ്ധ്യതി അചിരേണ. അചിരേണ സത്വം ച ശുദ്ധ്യതി. അധികം താമസിയാതെ സത്വം എന്ന് പറഞ്ഞാൽ ഇവിടെ അന്ധക്കരണം. ആ അന്ധക്കരണം ശുദ്ധമായി തീരും. അതിലുള്ള എന്താ പറയുക, വേണ്ടാത്ത സ്വഭാവങ്ങൾ, ഈർഷ്യ, അസൂയ, അല്ലെ, കാമം, ക്രോധം, ലോഭം, മോഹം മുതലായിട്ടുള്ള എല്ലാ ദൂഷ്യങ്ങളും അതിൽ നിന്ന് കഴുകിക്കളയപ്പെടും, എല്ലാം അകന്നു പോകും. ഈർഷ്യാദി ദോഷവൃത്തികൾ അകലും. അങ്ങനെ രസം ഗ്രഹിക്കാനുള്ള സാമർഥ്യമുണ്ടാവും. ഭഗവാന്റെ കഥകളിലുള്ള രസം ഗ്രഹിക്കാനുള്ള സാമർഥ്യമുണ്ടാവും. അതാണ് സത്വം ശുദ്ധ്യതി അചിരേണ പുംസഃ. പിന്നീട് ഭക്തിർ ഹറൗ തൽപുരുഷേച്ച സഖ്യം. ഭക്തിർ ഹറൗ. ഹറൗ ഭക്തി, ഭഗവാനോടുള്ള പ്രേമം വർദ്ധിച്ചു വർദ്ധിച്ചു വരും. ഹരിയായ ശ്രീകൃഷ്ണനിൽ ആനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനോടുള്ള പരമപ്രേമം വർദ്ധിച്ചു വരും. തൽപുരുഷേച്ച സഖ്യം. തൽപുരുഷേ എന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ പുരുഷന്മാര്, സജ്ജനങ്ങള്, ഭക്തന്മാരും മഹാത്മാക്കളായിട്ടുള്ള ഋഷീശ്വരന്മാരും സജ്ജനങ്ങളും, അവരോടുള്ളതായിട്ടുള്ള സഖ്യം, അവരോടുള്ള ഇഷ്ടം. അപ്പൊ സജ്ജനങ്ങളെ ബഹുമാനിക്കാനും അവരുമായിട്ട് എപ്പോഴും സംഘം ചെയ്യാനും താല്പര്യം വർദ്ധിച്ചു വരും. അതിനുള്ള ഭാഗ്യവും ഉണ്ടായി വരും. എപ്പോഴും സത്സംഗം ലഭിക്കാൻ ഇടയായി വരും എന്നർത്ഥം. അപ്പോ അതാണ് അതിന്റെ പ്രയോജനങ്ങൾ. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? ഭഗവാന്റെ കഥകൾ കേൾക്കുന്നവരുടെ ആ ഭഗവാന്റെ കഥകളോടുള്ള അപ്രീതി, അരതി പോയി കിട്ടും. വിതൃഷ്ണ അഥവാ ആഗ്രഹമില്ലായ്മ പോയി കിട്ടും. ഹൃദയം ശുദ്ധമായി തീരും. ഭഗവാനിൽ ഭക്തി വർദ്ധിക്കും. ഭഗവത് പുരുഷന്മാരായിട്ടുള്ള സജ്ജനങ്ങളോട് സഖ്യം വർദ്ധിച്ചു വരും. പോരെ, ഇത്രയും ഗുണങ്ങൾ, ഇതെല്ലാം നല്ലതിനുള്ളതാണ്. ഇതെല്ലാം നമ്മളെ സമാധാനത്തിലേക്ക്, ശാന്തിയിലേക്ക്, സ്വസ്ഥതയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും നമുക്ക് ഹാനികരമായിട്ടുള്ളതല്ല. അതുകൊണ്ട് തദേവ മന്യസേ ചേത് ഹാരം വദ. തദേവ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ എന്നർത്ഥം. ആ കഥ തന്നെ. മന്യസേ ചെയ്ത്, അങ്ങയ്ക്ക് പറയാൻ കരുതുന്നുണ്ട് എങ്കിൽ, എന്നോട് പറയാമെങ്കിൽ, ഞങ്ങൾ അതിൽ ശ്രദ്ധയുള്ളവരാണ്, അതിന്റെ മൂല്യം അറിയുന്നവരാണ് എന്ന് അങ്ങയ്ക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, മന്യസേ ചെയ്ത്, ഇഫ് യു തിങ്ക് സോ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ ഹാരം വധ. ഹാരം എന്നുള്ളത് ഇവിടെ ഹരിയെ സംബന്ധിച്ചത് എന്നാണ് അർത്ഥം. ഹാരം എന്നുള്ള പ്രയോഗം ഇവിടെ ഹരിയെ സംബന്ധിച്ചത്. ഹരേഹേ ഇതമിതി ഹാരം, ഭഗവാനെ സംബന്ധിച്ചത് എന്നർത്ഥത്തിലാണ്. അപ്പൊ ഭഗവാനെ സംബന്ധിച്ചതായിട്ടുള്ള ഈ കഥ, ഭഗവാന്റെ കഥകൾ ഞങ്ങൾ കേൾക്കാൻ യോഗ്യരാണ്. അങ്ങേക്ക് പറയാൻ താല്പര്യമുണ്ട് എങ്കിൽ പറഞ്ഞു തരൂ. കാരണം ഞങ്ങൾ മനസ്സിലാക്കി ഇതിന്റെ പ്രയോജനം എന്താണ്, ഇതിന്റെ മൂല്യം എന്താണ്, ഇത് എത്രത്തോളം നമ്മൾക്ക് നന്മയുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കി. യത്സൃണ്വതോപൈത്യരതിർവിതൃഷ്ണാ സത്വം ച ശുദ്ധ്യത്യചിരേണ പുംസഃ ഭക്തിർഹരൗ തത്പുരുഷേ ച സഖ്യം തദേവ ഹാരം വദമന്യസേ ചേത്. അധാന്യദപി കൃഷ്ണസ്യ തോകാചരിതമത്ഭുതം മാനുഷം ലോകമാസാദ്യ തജ്ജാതിം അനുരുന്ധതഃ. അധാന്യദപി കൃഷ്ണസ്യ തോകാചരിതമത്ഭുതം മാനുഷം ലോകമാസാദ്യ തജ്ജാതിം അനുരുന്ധതി. അത് അന്യദപി കൃഷ്ണസ്യ തോകാചരിതം അത്ഭുതം. അധ അനന്തരം അന്യദപി, ഇനിയും മറ്റൊന്ന്, ഇനിയൊരു കഥ എന്താണ്? കൃഷ്ണസ്യ തോകാചരിതം, കൃഷ്ണന്റെ തോക ഭാവം എന്ന് പറഞ്ഞാൽ ബാലഭാവം എന്നാണ്. അപ്പൊ ബാലചരിതം, തോകാചരിതം, തോകാവസ്ഥയിൽ ആചരിച്ചത്, ബാലനായിരിക്കുമ്പോൾ ചെയ്തതായിട്ടുള്ള അത്ഭുതം.
അത്ഭുതമായിട്ടുള്ള ഭഗവാന്റെ ആ കഥകള് എനിക്ക് കേൾക്കണം. കാരണം ഭഗവാൻ എന്താ ചെയ്യണം? മനുഷ്യരൂപം എടുത്തു വന്ന് മാനുഷം ലോകം ആസാദ്യ തജ്ജാതിം അനുരുന്ധത. മാനുഷം ലോകം ആസാദ്യ, മനുഷ്യലോകത്തെ പ്രാപിച്ച് മനുഷ്യ ശരീരമെടുത്ത് മനുഷ്യന്മാരെ അച്ഛനമ്മമാരായി തെരഞ്ഞെടുത്ത് അവരിൽ നിന്ന് ജനിച്ചതുപോലെ ജനിച്ച് അനുകരിക്കുകയാണ്. അല്ലെ, മനുഷ്യ വേഷം കെട്ടിയിരിക്കുകയാണ് ഭഗവാൻ. അതാണ് തജ്ജാതിം അനുരുന്ധത. തജ്ജാതി എന്ന് പറഞ്ഞാൽ ആ ജന്മത്തെ, മനുഷ്യ ജന്മത്തെ, അനുരുന്ധത എന്ന് പറഞ്ഞാൽ അനുകരിക്കുന്ന, മനുഷ്യ നാട്യത്തെ ചെയ്യുന്ന, മനുഷ്യവേഷത്തെ നന്നായി അനുകരിക്കുന്ന എന്നൊക്കെ അർത്ഥമാണ് തജ്ജാതിം അനുരുന്ധത. അപ്പോ ഭഗവാൻ മനുഷ്യലോകത്തിലേക്ക് വന്ന് മനുഷ്യ ശരീരമെടുത്തു, മനുഷ്യനാട്യത്തെ അനുകരിച്ചുകൊണ്ട് ആ മാനുഷഭാവത്തിൽ തന്നെ പല ലീലകളും ചെയ്തുവല്ലോ. അങ്ങനെയുള്ള ഭഗവാന്റെ തോകാചരിതം, ബാലചരിതത്തെ കഥയാ എന്നർത്ഥം. ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന്. ഇവിടെ കഥയാന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ചേർത്തെടുക്കണം. പറഞ്ഞു തന്നാലും ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. ഭഗവാന്റെ കഥകൾ അത്ഭുതങ്ങളാണ്, ബാലലീലകൾ വിശേഷിച്ചും അത്ഭുതങ്ങളാണ്. അപ്പോൾ മനുഷ്യരൂപത്തിൽ വന്ന ഭഗവാൻ എന്തൊക്കെയാണ് ചെയ്തത്? ഇങ്ങനെ പരീക്ഷിത്ത് രാജാവ് തന്റെ കൗതുകത്തെ, ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിലുള്ള രതിയെ, താല്പര്യത്തെ നന്നായി പ്രകടിപ്പിച്ചു. ഇത് കേട്ടിട്ട് ശ്രീ ശുകബ്രഹ്മർഷി ഭഗവാന്റെ മറ്റൊരു ബാലലീലയെ വർണ്ണിക്കാൻ ആരംഭിച്ചു. ശ്രീശുക ഉവാച കദാചിദൗത്ഥാനിക കൗതുകാപ്ലവേ ജന്മക്ഷയോഗേ സമവേതയോഷിതാം വാദിത്രഗീതദ്വിജമന്ത്രവാചകൈഃ ചകാരസൂനോരഭിഷേചനം സതി. ശ്രീശുക ഉവാച കദാചിദൗത്ഥാനിക കൗതുകാപ്ലവേ ജന്മക്ഷയോഗേ സമവേതയോഷിതാം വാദിത്രഗീതദ്വിജമന്ത്രവാചകൈഃ ചകാരസൂനോരഭിഷേചനം സതി. ശ്രീശുക ബ്രഹ്മർഷി സന്തോഷമായിട്ട് ആ പരീക്ഷത്തിനെയൊക്കെ വീണ്ടും അഭിനന്ദിച്ചിട്ടുണ്ടാവും. എപ്പോഴും പറയേണ്ടെന്നാണ് ഇവിടെ ശുഖബ്രഹ്മർഷിക്ക് മറ്റു പറഞ്ഞില്ല. അപ്പൊ ശുഖബ്രഹ്മർഷി പറയുന്നു, കഥാചിത് ഔത്ഥാനിക കൗതുകാപ്ലവേ. കഥാചിത് ഒരിക്കൽ, ഔത്ഥാനിക കൗതുക ആപ്ലവേ. ഔത്ഥാനികം എന്ന് പറഞ്ഞാൽ ഉത്ഥാനം ചെയ്യുന്നത് സംബന്ധിച്ച്, ഉണരുന്നത് അല്ലെങ്കിൽ എഴുന്നേൽക്കുന്നത് സംബന്ധിച്ച് അതിന്റെ കൗതുകമാണത്. കൗതുകം എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷമാണ്, ഉത്സവമാണ്, സന്തോഷം ജനിപ്പിക്കുന്ന അവസരമാണ്. അതിന്റെ ആപ്ലവം എന്ന് പറഞ്ഞാൽ സ്നാനം എന്നും അർത്ഥം. അതിനോടനുബന്ധിച്ച് സ്നാനം ചെയ്യുക, കുളിക്കുക, കുളിപ്പിക്കുക എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ ഇവിടെ ഉത്ഥാന സംബന്ധമായിട്ടുള്ള ഉത്സവ സ്നാന അവസരത്തിൽ, ഇന്നെ വിശേഷ ദിവസങ്ങൾ വിശേഷ സ്നാനമാണ് അല്ലേ. എല്ലാ ദിവസവും ഒരുപോലെയുള്ള കുളിയല്ല, എല്ലാ ദിവസവും ഒരുപോലത്തെ കുളിയാണ്. പക്ഷെ വിശേഷ ദിവസങ്ങളിൽ വിശേഷ സ്നാനം, വിവിധങ്ങളായ ദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടിയെ കുളിപ്പിക്കുക, അങ്ങനെയുള്ള പല പരിപാടികളുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ഈ ഔത്താനിക കൗതുകം എന്ന് പറഞ്ഞാല്, ഇതുവരെ മലർത്തിക്കിടത്തിയാൽ മലർന്നു കിടക്കും, കമിഴാനുള്ള സാമർഥ്യം ഇല്ല. അപ്പൊ ഇവിടെ കമിഴാനുള്ള സാമർഥ്യം നേടി കുട്ടി, ഉയർന്നു പൊങ്ങുക, കമിഴുക. അപ്പൊ ഉയരണമെങ്കിൽ എന്ത് വേണം? തല പൊക്കണം. ഈ മലർന്നു കിടക്കുന്ന കുട്ടി ഒന്ന് തല പൊക്കിയാലേ അതിന് കമിഴാൻ പറ്റുള്ളൂ. അപ്പൊ ഉത്ഥാനം ചെയ്യുന്നുണ്ട്. ആ ഉത്ഥാനം ഒരു കൗതുകമാണ്. മലർന്നു കിടന്ന് കയ്യും കാലോട്ട് കുടഞ്ഞ് കരയല്ലാതെ അല്ലെ കുട്ടികൾക്ക് വേറൊന്നിനും ശക്തിയില്ലായിരുന്നു. അപ്പൊ ഇവർ കമിഴാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ അതൊരു വലിയ ആശ്ചര്യം, വലിയ സന്തോഷം ലഭിക്കുന്നതാണ് അച്ഛനമ്മമാർക്ക്, ബന്ധുക്കൾക്കൊക്കെ. കാരണം നമ്മൾ എന്താ കാത്തിരിക്കുകയാണ്, ഈ കുട്ടി എപ്പോഴാണ് ആ കുട്ടിയുടെ പൗരുഷം പ്രകടിപ്പിച്ചു തുടങ്ങുന്നത്, കൈ വളരുന്നത്, കാല് വളരുന്നത് എന്ന് നമ്മൾ പറയും. കുട്ടി ഒന്നും മിണ്ടാതെ ജഡം പോലെ കിടന്നാൽ അല്ലേ, എല്ലായ്പ്പോഴും ഒരേ കിടപ്പ് കിടന്നാൽ, അയ്യോ ഈ കുട്ടിക്ക് അനങ്ങാൻ കഴിവില്ലല്ലോ, ഈ കുട്ടിക്ക് മിണ്ടാൻ കഴിവില്ലല്ലോ, കയ്യും കാലും അനങ്ങണില്ലല്ലോ, ഇത് പൊങ്ങുന്നില്ലല്ലോ, ഇത് കമിഴുന്നില്ലല്ലോ, ഇത് നീന്തുന്നില്ലല്ലോ, ഇത് എണീക്കുന്നില്ലല്ലോ, മുട്ടുകുത്തുന്നില്ലല്ലോ, നടക്കുന്നില്ലല്ലോ എന്നുള്ള ആവലാതി വരും. 2 വയസ്സായിട്ടും 3 വയസ്സായിട്ടും ഇതൊന്നും ചെയ്യാതിരുന്നാൽ അതൊരു പ്രശ്നമാണ്. എന്തോ കുട്ടിക്ക് പ്രശ്നമുണ്ട്, കാര്യമായിട്ടുള്ള രോഗമുണ്ട്, നോർമൽ അല്ല.
അപ്പോൾ അതാത് സമയമാകുമ്പോൾ അതാത് ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കണം, പൗരുഷത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കണം. മറ്റു ജന്തുക്കളൊക്കെ ജനിച്ച ഉടനെ തന്നെ എണീക്കും, അല്ലെ? പെറ്റ് വീണാൽ അപ്പൊ തന്നെ നിമിഷങ്ങൾക്കൊക്കെ അവർ എണീച്ച് നടക്കും. മനുഷ്യർക്ക് മാത്രമേ അത് വൈകുന്നുള്ളൂ. മനുഷ്യരുടെ എല്ലാ വളർച്ചയും വൈകിട്ടാണ്, പതുക്കെയാണ്. മറ്റു ജന്തുക്കൾക്ക് ശുശ്രൂഷിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഈശ്വരൻ തന്നെ അങ്ങനെ ഒരു ശക്തി കൊടുത്തിരിക്കുന്നു അവർക്ക്. പ്രകൃതി തന്നെ ഒരു ശക്തി കൊടുത്തിരിക്കുന്നു. അമ്മയുടെ വയറ്റിൽ നിന്ന് പ്രസവിച്ച് വീണ ഉടനെ തന്നെ കുറച്ച് കഴിയുമ്പോൾ സ്വയം എഴുന്നേറ്റ് നിൽക്കാനുള്ള ശ്രമവും, അതിന് അമ്മമാരെ അടുത്ത് നിന്നുകൊണ്ട് നക്കി 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 അവരുടെ ശരീരത്തിലെ അഴുക്കൊക്കെ കളഞ്ഞ് അവരെ അംഗങ്ങളെയൊക്കെ ബലപ്പെടുത്തി അവർക്ക് എണീക്കാൻ സഹായിച്ചു കൊടുക്കണം, അല്ലേ? ആനക്കുട്ടികളടക്കം എല്ലാ ജന്തുക്കളും എഴുന്നേറ്റ് പെട്ടെന്ന് എണീച്ച് നിൽക്ക് നടക്കുകയൊക്കെ ചെയ്യും. അമ്മയുടെ പാല് കുടിക്കാൻ തന്നെ വരും. മനുഷ്യർക്ക് പിന്നെ വിവേകമുള്ളത് കൊണ്ട്, മനുഷ്യരുടെ സഹായം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് മനുഷ്യക്കുട്ടികൾക്ക് അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടില്ല. കാലങ്ങളായിട്ട് അങ്ങനെ സഹായം ഉണ്ടായിരുന്നത് കൊണ്ട് അത് ഡെവലപ്പ് ആയിട്ടില്ല എന്നും വേണമെങ്കിൽ പറയാം, അല്ലേ? അങ്ങനെ ഒരു കഴിവ് എന്താ പറയുക, മനുഷ്യ ജീനുകളിൽ തന്നെ അങ്ങനെ ആയിത്തീർന്നു. നമ്മൾ ഏതേത് കാര്യങ്ങളെ, ഫെസിലിറ്റീസ്, ഫാക്കൽറ്റീസ് നമ്മൾ വേണ്ട പോലെ ഉപയോഗിക്കുന്നില്ലയോ അതൊക്കെ പിന്നീട് ഉപയോഗരഹിതമായി മാറും. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതെല്ലാം. അപ്പൊ എന്തായാലും കുട്ടി 3 മാസം തികയുമ്പോ നടത്തണം. ഔത്താനിക കൗതുകാപ്ലവേ ജന്മർക്ഷയോഗേ എന്നും പറയുന്നുണ്ട്. ജന്മർക്ഷം, ജന്മനക്ഷത്രം, അതിന്റെ യോഗം ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പോ നമ്മള് 28, 56, 84 അല്ലെ, എങ്ങനെ കണക്കാണ് പോവുക? ഇപ്പൊ 84-ാം ദിവസം ആയിരിക്കണം, അല്ലെങ്കിൽ 3 മാസം എന്ന് പറയും. നമ്മൾ മാസക്കണക്കിന് പറയുന്നവര് കുട്ടിക്ക് 3 മാസമായി കമിഴ്ന്നു എന്ന കണക്ക് പറയാം. അല്ലാതെ 56 കഴിഞ്ഞാൽ പിന്നെ മാസക്കണക്കിലേക്കാണ് പോവുക. ആദ്യത്തെ 28ഉം 56ഉം കഴിഞ്ഞാൽ പിന്നെയൊക്കെ മാസക്കണക്കാണ്. അപ്പൊ 3 മാസം ആകുമ്പോഴേക്കും കുട്ടികൾ കമിഴ്ന്നു തുടങ്ങണം. ഇവിടെ 3 മാസം ആവണു, അല്ലെങ്കിൽ ജന്മർക്ഷ യോഗവും വന്നു. 84-ാം ദിവസം ജന്മനക്ഷത്രം. വടക്കേ ഇന്ത്യയിലൊക്കെ നക്ഷത്രത്തെക്കാൾ പ്രധാനം തിഥിക്കാണ്. അവര് തിഥിയാണ് ജയന്തി ഒക്കെ ആഘോഷിക്കുക. രാമനവമി, കൃഷ്ണാഷ്ടമി, അല്ലേ? അതുപോലെ നവമി, ഭഗവതിയുടെ വിജയദശമി, നവമി മുതലായതൊക്കെ തിഥിക്കാണ് പ്രാധാന്യം, നക്ഷത്രങ്ങൾക്കല്ല. നമ്മൾ സൗത്ത് ഇന്ത്യൻസിനാണ് ഈ നക്ഷത്രത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും ചിലപ്പോൾ 3 മാസം ആയിട്ടുള്ള ആ തിഥിയായിരിക്കാം, 90 ദിവസമായിട്ടുള്ള തിഥിയായിരിക്കാം. തിഥിയാവുമ്പോൾ 15, 30 എങ്ങനെ ആവർത്തിച്ച് വരിക, അല്ലേ? 15ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വരിക. അപ്പൊ 90 ആവുമ്പോൾ 6ാമത്തെ തിഥി. എന്തായാലും ജന്മർക്ഷ യോഗേ ഔത്താനിക കൗതുകാപ്ലവേ എന്തായി? ഭഗവാനെ കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച്, കണ്ണെഴുതി, പൊട്ടുതൊട്ട്, ആഭരണങ്ങളൊക്കെ ധരിപ്പിച്ച്, തലയൊക്കെ കെട്ടി, മയിൽപ്പീലിയൊക്കെ ചൂടി, ഉണ്ണിയെ അലങ്കരിച്ചിട്ടുണ്ടാവും ആര്? ദേവി. ആ സമയത്ത് സമവേദ യോഷിതാം വാദിത്ര ഗീത ദ്വിജമന്ത്രവാചകൈ ചകാര സൂനോർ അഭിഷേചനം സതി. അവിടെ സമവേദ യോഷിത, സമവേദരെന്ന് പറഞ്ഞാൽ വന്നു ചേർന്നവരെ, സമ്യക് അവേതരായിരിക്കുന്ന യോഷിത്തുക്കൾ, സ്ത്രീകളെല്ലാം വന്നു കൗതുകം അറിഞ്ഞിട്ട്. എല്ലാ ചുറ്റുപാടുള്ള ആളുകളൊക്കെ അറിഞ്ഞു, അതാ യശോദയുടെ ഉണ്ണി കമിഴാൻ തുടങ്ങി. ഉണ്ണിക്ക് പേരൊന്നും ഇട്ടിട്ടില്ല. അപ്പോ കണ്ണൻ ഉണ്ണി എന്ത് വേണമെന്ന് വിളിക്കാം. ഉണ്ണി ഇതാ കമിഴാൻ തുടങ്ങി എന്ന് അടുത്ത വീടുകളിലൊക്കെ അതൊരു കാട്ടുതീ പോലെ പരക്കും ഈ വർത്തമാനം. അങ്ങനെ യോഷിത്തുക്കള്, സ്ത്രീകളെല്ലാം വന്നുകൂടി. സ്ത്രീകളുടെ ഉത്സവം കൂടിയാണ് ഇതെല്ലാം. അപ്പൊ സമവേദ യോഷിത, അങ്ങനെ യോഷിത്തുകൾ വന്നിരിക്കുമ്പോ അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് സതീ, സതീ എന്ന് പറഞ്ഞാൽ പതിവ്രതയായ, സദാചാരമുള്ളവളായിട്ടുള്ള, സംസ്കാര സമ്പന്നയായ ആ യശോദ സൂനോഹോ അഭിഷേചനം ചകാര, തന്റെ സൂനുവിന്, തന്റെ പുത്രന് അഭിഷേചനം, നല്ല വിധി പ്രകാരമുള്ള സ്നാനത്തെ ചകാര ചെയ്തു. അപ്പൊ വേറെന്തൊക്കെ നടക്കേണ്ട ഇവിടെ? വാദിത്ര ഗീത ദ്വിജ മന്ത്രവാചകൈഹി. അപ്പോ പുരുഷന്മാരൊക്കെ വന്ന് വാദ്യങ്ങളൊക്കെ ഘോഷിക്കുന്നുണ്ട്.
ഇത് ഉത്സവമായി കൊണ്ടാടാനായിട്ട് പുറത്തൊക്കെ വാദ്യഘോഷങ്ങൾ നടക്കുന്നു, സ്ത്രീകളൊക്കെ പാട്ടുപാടുന്നുണ്ട്, ഗീതങ്ങൾ മുഴങ്ങുന്നുണ്ട്. അതിന്റെ കൂട്ടത്തില് ദ്വിജന്മാരുടെ മന്ത്രവാചകങ്ങളുണ്ട്. ബ്രാഹ്മണരുടെ മന്ത്രങ്ങൾ, വേദമന്ത്രങ്ങളൊക്കെ ഉരുവിച്ചുകൊണ്ട് ഈ കുട്ടിക്ക് വേണ്ടി അവരെല്ലാം പ്രാർത്ഥന ചെയ്യുന്നു, ആശംസ ചെയ്യുന്നു. അപ്പൊ ഈ കുട്ടിക്ക് ശ്രേയസ് ഉണ്ടാവാനായിട്ട്, ക്ഷേമമുണ്ടാവാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്ന അവസരം കൂടിയായിരുന്നു. അങ്ങനെ എല്ലാവരും അവരവരെ കൊണ്ടാവും പോലെയൊക്കെ ഈ ആഘോഷത്തെ കൊഴുപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. ആ സമയത്താണ് ഈ കുട്ടിയെ കുളിപ്പിക്കുന്നത്. കഥാചിദൗത്ഥാനിക കൗതുകാപ്ലവേ ജന്മർക്ഷയോഗേ സമവേതയോഷിതാം വാദിത്രഗീതദ്വിജമന്ത്രവാചകൈഃ ചകാര സൂനോരഭിഷേചനം സതി നന്ദസ്യ പത്നീ കൃതമജ്ജനാദികം വിപ്രയേ കൃതസ്വസ്ത്യയനം സുപൂജിതൈഃ അന്നാദ്യവാസസ്രകഭീഷ്ടധേനുഭിഃ സഞ്ജാത നിദ്രാക്ഷം അശീശയത് ശനൈഃ നന്ദസ്യ പത്നീ കൃതമജ്ജനാദികം വിപ്രൈ കൃതസ്വസ്ത്യയനം സുപൂജിതൈഃ അന്നാദ്യവാസസ്രകഭീഷ്ടധേനുഭിഃ സഞ്ജാത നിദ്രാക്ഷം അശീശയത് ശനൈഃ. അപ്പൊ നന്ദസ്യ പത്നി യശോദ, ആ യശോദാദേവി ഈ കുട്ടിയുടെ അമ്മ. കൃതമജ്ജനാദികം, ഈ ഭഗവാന് ഉണ്ണിക്ക് മജ്ജനാദികം കൃതം, കുളിക്കുക മുതലായതൊക്കെ ചെയ്തു, കുളിപ്പിക്കലൊക്കെ ചെയ്തു. അങ്ങനെ മജ്ജനാദികം ചെയ്യപ്പെട്ടവനും വിപ്രൈഹി കൃതസ്വസ്ത്യയനം സുപൂജിതൈഹി വിപ്രൈഹി, ബ്രാഹ്മണരെയൊക്കെ അങ്ങോട്ട് പൂജിച്ചു നന്ദനും യശോദയും ഒക്കെ. എന്നുവെച്ചാൽ അവരെ വേണ്ട രീതിയിൽ സൽക്കരിച്ച് ബഹുമാനിച്ച് സ്വാഗതം ചെയ്ത് അവരുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു. അവർക്ക് ധാരാളം എന്താ പറയാ ദക്ഷിണയും മറ്റുമൊക്കെ കൊടുത്ത് സൽക്കരിച്ചു എന്ന് താല്പര്യം. അതാണ് സുപൂജിതൈ വിപ്രൈഹി കൃതസ്വസ്ത്യയനം. സ്വസ്ത്യയനം ചെയ്യപ്പെട്ടു എന്ന് വെച്ചാൽ അവരെ കൊണ്ട് മംഗളവാക്കുകളൊക്കെ ചൊല്ലി ഈ കുട്ടിക്ക് ആയുഷ്മാൻ ഭവ, ആയുരാരോഗ്യവാൻ ഭവ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ അവർക്ക് എങ്ങനെ സുപൂജിത എന്ന് വിശേഷിപ്പിച്ചതാണ്. വിപ്രന്മാർ എങ്ങനെയാ പൂജിക്കപ്പെട്ടത്? അന്നാദ്യവാസസ്രകഭീഷ്ടധേനുഭിഃ, അന്നം അതുപോലെ വസ്ത്രം, അന്നാദി അല്ലെങ്കിൽ അന്നാദ്യവാസം, അന്നം ആദ്യമായിട്ടും പിന്നെ വാസസ് വസ്ത്രം. അപ്പൊ ആദ്യം കൊടുക്കേണ്ടത് അന്നമാണ്. പൂജകളിൽ വെച്ച് ഏറ്റവും മുഖ്യ പൂജ ഭക്ഷണമാണ്. വന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ള അംഗം. പൂജകളിൽ വെച്ച് എല്ലാറ്റിലും വെച്ച് ഭക്ഷണം കൊടുക്കാതെ വിടുന്നത് ബാക്കി നിങ്ങൾ എന്ത് ചെയ്താലും അതിനെയൊക്കെ നിരർത്ഥകമാക്കും. അതുകൊണ്ട് ആദ്യം കൊടുക്കേണ്ടത് പൂജയാണ്, ഭക്ഷണമാണ്. അതുകൊണ്ട് ആദ്യം അന്നം കൊടുത്ത് പിന്നെ വാസം, വസ്ത്രം കൊടുത്തു. സ്രക്ക് എന്ന് പറഞ്ഞാൽ മാലകളൊക്കെ ധരിപ്പിച്ചു. നമ്മുടെ ഇവിടെ ഭണ്ഡാര എന്ന് പറയുന്ന വടക്കേന്ത്യയിലെ സന്യാസിമാർക്കൊക്കെ ഭണ്ഡാര കൊടുക്കുമ്പോൾ അവരെ ആദ്യം നേരെ ഭക്ഷണശാലയിലേക്ക് ഇരുത്തുകയാണ് ചെയ്യുക. എവിടെയാണോ പന്തി വിരിച്ചിട്ടുള്ളത് അവിടേക്ക് അവരെ ഇരുത്തി അവരവിടെ ഇരിക്കുന്നു. ഇരുന്ന ശേഷം ഭക്ഷണമൊക്കെ വിളമ്പുന്നു. വിളമ്പിയതിന് ശേഷമാണ് അവർക്കൊക്കെ മാലയിടുന്നത്, അവർക്ക് വസ്ത്രം കൊടുക്കുന്നത്, ദക്ഷിണ കൊടുക്കുന്നതൊക്കെ. ഭക്ഷണത്തിന്റെ മുമ്പിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവരതിന് ശേഷമാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടേ തന്നെ ചിലപ്പോൾ ഇതൊക്കെ വാങ്ങിക്കും, അല്ലെങ്കിൽ ഇത് വാങ്ങിച്ച് ഒരു ഭാഗത്ത് വെച്ച ശേഷം കഴിക്കാനാണ്. എന്തായാലും ഭക്ഷണം ആദ്യം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. അതിനെക്കുറിച്ചിട്ടുള്ള യാതൊരു സംശയവും ശങ്കയും അവർക്കുണ്ടാവാത്ത രീതിയിൽ അവരെ സ്വസ്ഥരാക്കിയതിനു ശേഷം ഭക്ഷണം ആദ്യം വിളമ്പിയതിനു ശേഷമാണ് ബാക്കിയുള്ളത് എല്ലാ പൂജകളും. എന്നുവെച്ചാൽ മാലയിടുന്നത്, ദക്ഷിണ കൊടുക്കുന്നത്, വേറെന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളുണ്ടാവും. ബാഗുകൾ കൊടുക്കും, വസ്ത്രങ്ങൾ കൊടുക്കും, ചെരുപ്പ് കൊടുക്കാം, ചിലപ്പോൾ കൊട കൊടുക്കാം, കമ്പിളി കൊടുക്കാം. ഇതെല്ലാം കൊടുക്കുന്നത് പിന്നീട് ഓരോരുത്തർ വരിയായിട്ട് വന്ന് സമർപ്പിക്കും. അതൊക്കെ അവർ ഒരു കൈകൊണ്ട് വാങ്ങിച്ച് അപ്പുറത്ത് വയ്ക്കും. ഭക്ഷണം തുടരുന്നുണ്ടാവും. ഇതാണ് ശരിക്കുള്ള ഒരു പൂജാവിധി. ആദ്യം ഭക്ഷണം കഴിക്കൂ എന്ന് പറയണം. ഭക്ഷണം കഴിച്ച് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് കൊടുത്താലും തൃപ്തിയാവും. അതാണ് അന്നാദ്യവാസ സ്രക്ക്. സ്രക്ക് മാല. അഭീഷ്ടധേനുഭിഹി, അഭീഷ്ടധേനുക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമായിട്ടുള്ള വസ്തുക്കളെ കൊണ്ടും, അഭീഷ്ട വസ്തുക്കളെ കൊണ്ടും, ധേനുഭിഹി എന്നുകൊണ്ട് ധേനുക്കളെ കൊണ്ടും. അപ്പോ എന്തെല്ലാം കൊടുക്കാൻ പറ്റുമോ എല്ലാം കൊടുത്തുകൊണ്ട് സുപൂജിതൈ വിപ്രൈഹി, സുഷ്ടുവായി പൂജിക്കപ്പെട്ട ബ്രാഹ്മണരാൽ കൃതസ്വസ്ത്യയനൻ ആയിരിക്കുന്ന ഭഗവാനെ, ഉണ്ണിയെ, സഞ്ജാത നിദ്രാക്ഷം,
എന്നും കൂടി വിശേഷിപ്പിച്ചു. സഞ്ജാത നിദ്രാക്ഷം. അക്ഷം കണ്ണാണ്. സഞ്ജാത നിദ്ര, സമ്യക്കായി ജാതനിദ്രനായി ഉറക്കം വരുന്നു. അപ്പൊ ഉറക്കം വരുമ്പോൾ അത് കണ്ണിലാണ് ഏറ്റവും പ്രകടമായി കാണപ്പെടുക. മറ്റവയവങ്ങളൊക്കെ തളരും, അതിന്റെയൊക്കെ ആക്ടിവിറ്റി കുറയും. നമുക്ക് കാണാൻ പറ്റുക കണ്ണിലാണ്. കണ്ണടഞ്ഞു പോകും അല്ലെ? അങ്ങനെ കണ്ണടഞ്ഞു പോകുന്ന ഭഗവാനെ കണ്ടു ആര്? ദേവി, യശോദാദേവി. സഞ്ജാത നിദ്രാക്ഷം. അപ്പൊ എന്ത് ചെയ്തു? ശനൈഹി അശീശയത്. അശീശയത് എന്നുള്ള ശയിപ്പിച്ചു എന്നാണ് അർത്ഥം. കിടത്തി എന്ന് താല്പര്യം. അശീശയത്, ശയനം ചെയ്യിപ്പിച്ചു. എങ്ങനെ? ശനൈഹി. ശനൈഹി എന്ന് പറഞ്ഞാൽ പതുക്കെ എന്നർത്ഥം. ഉണ്ണി ഉണരാതെ വേണമല്ലോ കടത്താൻ അല്ലേ? ഓ, അവൻ ഉറങ്ങാൻ തുടങ്ങണു എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ചടപടാന്നെടുത്ത് താഴെ ഇടുവോ? ഇടില്ല. അപ്പൊ വളരെ ശ്രദ്ധയോടെ ഉണരാത്ത രീതിയിൽ അവൻ പാവം ഉറങ്ങിക്കോട്ടെ, ക്ഷീണിച്ചിരിക്കുന്നു. ഏത് കുട്ടികളും കുളി കഴിഞ്ഞാൽ അല്ലെ, ഭക്ഷണവും കൂടി കഴിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറക്കം വരും. അത് പ്രകൃതിയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരിക എന്നുള്ളത് പ്രകൃതിയാണ്, എല്ലാവർക്കും ഉള്ളതാണത്. എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും പ്രത്യേകിച്ച്. പക്ഷെ നമ്മൾ അതിന് വിരുദ്ധമായിട്ടാണ് ജീവിക്കുന്നതൊക്കെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ദഹന പ്രക്രിയയ്ക്ക് വേണ്ടി നമ്മുടെ രക്തം പ്രവർത്തിക്കാൻ തുടങ്ങും. രക്തം പമ്പിങ് മുഴുവൻ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്കാണ്. ആമാശയത്തിലേക്കും മറ്റു കുടലുകളിലേക്കും ഒക്കെ രക്തം പമ്പ് ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തുള്ള രക്തമൊക്കെ അവിടേക്ക് പോകും. അതിന്റെ പ്രഷറും പമ്പിങ്ങും ഒക്കെ അവിടേക്ക് പോകും. അപ്പൊ തലയ്ക്ക് പമ്പ് ചെയ്യാനുള്ള പവർ ഇല്ല. അപ്പൊ തലയിൽ നിന്നാണ് രക്തം ആദ്യം പതുക്കെ കുറയുക. അപ്പൊ നമ്മുടെ ശ്രദ്ധയൊക്കെ കുറയും, കണ്ണൊക്കെ അടയും, ഇന്ദ്രിയങ്ങൾക്കൊന്നും വേണ്ട പോലെ ശ്രദ്ധയുണ്ടാവില്ല. കാരണം ബ്ലഡ് പമ്പിങ് സ്റ്റൊമക്കിലേക്കാണ്, ആമാശയത്തിലേക്കാണ്, ദഹന പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം വിശ്രമിക്കേണ്ടതാണ്. അതാണ് നിയമം, പ്രകൃതി നിയമം. ഇത് ചിലർ വിപരീതമായിട്ട് ആ സമയത്ത് കുടുകുടുന്നു അങ്ങോട്ട് നടക്കും. ഭക്ഷണം കഴിച്ചാൽ കുറച്ച് നടക്കണം എന്ന് പറയും. നടന്നാൽ ദഹിക്കുന്നതാണ് അവരുടെ വിചാരം. നടന്നാൽ ബ്ലഡ് പമ്പിങ് കാലിലേക്കാണ് പോവുക. കാലിലേക്കും കൈയിലേക്കും മറ്റു മസിൽസിലേക്കും പോകും. അപ്പോൾ ഉദരത്തിലേക്ക് വരില്ല. മര്യാദയ്ക്ക് ദഹിക്കാൻ അവിടേക്ക് പോകണോ വേണ്ടത്. അപ്പോ എന്തായാലും ഇതൊരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, കുളിയൊക്കെ കഴിഞ്ഞാൽ ശാന്തമായിട്ട് മനസ്സ് ഉറക്കത്തിലേക്ക് പോവുക. അപ്പൊ സഞ്ജാത നിദ്രാക്ഷം ശനൈഹി അശീശയത്. പതുക്കെ ശയിപ്പിച്ചു, കിടത്തി എന്നർത്ഥം. ഔത്താനിക ഉത്സുക്യമനാ മനസ്വിനി സമാഗതാൻ പൂജയതി വ്രജൗഗസഃ നൈവാസൃണോദ്വൈരുദിതം സുതസ്യ സാ രുദൻ സ്തനാർത്ഥി ചരണൗ ഉദക്ഷിപത്. ഔത്താനിക ഉത്സുക്യമനാ മനസ്വിനി സമാഗതാൻ പൂജയതി വ്രജൗഗസഃ നൈവാസൃണോദ്വൈരുദിതം സുതസ്യ സാ രുദൻ സ്തനാർത്ഥി ചരണൗ ഉദക്ഷിപത്. അപ്പൊ ഉണ്ണിയെ കിടത്തിക്കഴിഞ്ഞപ്പോ ദേവിക്ക് കുറച്ചുകൂടി ഫ്രീ ആയി. അവന്റെ ശല്യമില്ല, ഉപദ്രവമില്ല. അപ്പൊ എന്തായി? മനസ്വിനി, എല്ലാ കാര്യത്തിലും മനസ്സ് വയ്ക്കുന്ന ധീരയായിട്ടുള്ള യശോദാദേവി ഔത്താനിക ഔത്സുഖ്യമന, പ്രത്യേകിച്ച് മകൻ കമിഴ്ന്നതിന്റെ ഔത്സുഖ്യമുള്ളിലുണ്ട്, സന്തോഷമുണ്ട്. അങ്ങനെയുള്ള സന്തോഷം നിറഞ്ഞ മനസ്സോടുകൂടെ ഈ ഒരു ഉത്സവം ശരിക്കും അമ്മയുടെ ഉത്സവമാണ്. ബാക്കിയുള്ളവരൊക്കെ അമ്മയെ അഭിനന്ദിക്കാൻ വന്നവരാണ്. അതാണ് സമാഗതാൻ വ്രജൗഗസഃ പൂജയതി. സമാഗതാൻ വന്നു ചേർന്നവരായ വ്രജവാസികളെ എല്ലാവരെയും പൂജിക്കുന്നു, സൽക്കരിക്കുന്നു, അവരെയൊക്കെ ആതിഥേയ മര്യാദ ചെയ്യുന്നു, അവർക്കൊക്കെ അതിഥി സൽക്കാരം ചെയ്യുന്നു. എല്ലാവരും വരൂ വരൂ വരൂ, ഇരിക്കൂ, വെള്ളം കുടിക്കൂ, ഭക്ഷണം കഴിക്കൂ, സമ്മാനങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ വരുന്നവരെയൊക്കെ റിസീവ് ചെയ്യലാണ്, സന്തോഷിപ്പിക്കലാണ് ഈ അമ്മ ചെയ്യുന്നത്. ആണ് മനസ്വിനി സമാഗതാൻ വ്രജൗഗസഃ പൂജയതി. സമാഗതരായ വ്രജവാസികളെയെല്ലാം സൽക്കരിക്കുന്നവളായിട്ട് അങ്ങനെ ആയപ്പോ എന്തായി? നൈവാസൃണോദ്വൈരുദിതം സുതസ്യ സാ. അവൾ, ആ യശോദ, സുതസ്യ രുദിതം നൈവ അസൃണോദ്വൈ. ഉണ്ണി കരയാൻ തുടങ്ങി. ഉണ്ണി കരയുന്ന രുദിതം നൈവ അസൃണോദ്, അവൾ കേട്ടതേയില്ല ബഹളത്തിന്റെ ഇടയിൽ.
എല്ലാവരോടും ചിരിച്ച് കളിച്ച് സന്തോഷിക്കുകയാണേ. എല്ലാവരെയും വരുന്നവരെയൊക്കെ പല തമാശകളും പറഞ്ഞ് രസിപ്പിച്ച് അവർക്കൊക്കെ വേണ്ടതൊക്കെ കൊടുത്ത് ആ ബഹളത്തിന്റെ ഇടയില് ഉണ്ണി കരഞ്ഞത് കേട്ടില്ല. അപ്പൊ ഉണ്ണിയെ കിടത്തിയിരിക്കുന്നത് എവിടെയാണ്? ഒരു വലിയ കാളവണ്ടിയുടെ വെറുതെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടിയുടെ അടിയിലാണ്. ആ വണ്ടിയുടെ മുകളില് കുറെ കാലമായിട്ട് നിർത്തിയിരിക്കുന്ന വണ്ടിയാണ്. അവിടെ എന്തൊക്കെയോ സാധനങ്ങളോ ഒക്കെ അതിന്റെ മുകളിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം ഉപയോഗത്തിലുള്ള വണ്ടിയല്ല, വലിയ വണ്ടിയാണ്, ആവശ്യകാലത്ത് ഉപയോഗിക്കും. അപ്പൊ അതിന്റെ താഴെയാണ് കുട്ടി കിടക്കുന്നത്. ഈ ശബ്ദമൊന്നും കേട്ടില്ല. അതാണ് രുദിതം സുതസ്യ നൈവ അശൃണോത്സ. ഭഗവാനോ ഉണ്ണിയോ രുതൻ സ്തനാർത്ഥി ചരണൗ ഉദക്ഷിപത്. സ്തനാർത്ഥി രുതൻ, സ്തനം കുടിക്കാനായിട്ട്, പാല് കുടിക്കാനായിട്ട് കരയുന്നവനായിട്ട്. ചരണവും രണ്ട് കാലുകളെയും ഉദക്ഷിപത ഉക്ഷേപിച്ചു. ഉക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഇങ്ങനെ കൊടഞ്ഞു എന്നർത്ഥം, എറിഞ്ഞു. രണ്ട് കാലുകളെ ഒന്നിങ്ങനെ എറിഞ്ഞു കൊടഞ്ഞു. അപ്പൊ ചരണവും ഉദക്ഷിപത് സ്തനാർത്ഥി രുതൻ. അപ്പൊ മുമ്പേ പാല് കൊടുത്തിട്ടുണ്ടാവില്ല. കുളി കഴിഞ്ഞപ്പോ അല്ലെ കുട്ടിക്ക് ക്ഷീണം വന്നു അല്ലെങ്കിൽ ഉറക്കം വന്നു എന്ന് പറഞ്ഞു. പാല് കൊടുത്തത് പറഞ്ഞില്ല. ഇപ്പോഴാണ് കുട്ടി സ്തനാർത്ഥിയായിട്ട് കരയുന്നത്. അങ്ങനെ കരയാൻ തുടങ്ങി. അപ്പോ വന്നവരെയൊക്കെ സൽക്കരിച്ചുകൊണ്ട് ബ്രാഹ്മണാദികൾക്ക് ദക്ഷിണാദികളും ഭക്ഷണങ്ങളും സമ്മാനങ്ങളും കൊടുക്കുന്നു. മറ്റു വ്രജവാസികൾക്കൊക്കെ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു. ആ ദേവി കേട്ടില്ല എന്നുള്ളത് കുഴപ്പമില്ല, കാരണം അത്രയും ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിലാണ് ഉണ്ണി വിശന്നിട്ട് കരയാൻ തുടങ്ങി. അമ്മയെ കാണാതിരുന്നപ്പോ കാലങ്ങട് കുടഞ്ഞു വന്നു. അധശയാനസ്യ ശിശോരനൽപക പ്രവാള മൃദ്വംഗൃഹതം വ്യവർത്തത വിധ്വസ്ത നാനാരസ കൂപ്യഭാജനം വ്യത്യസ്ത ചക്രാക്ഷ വിഭിന്ന കൂപരം. അധശയാനസ്യ ശിശോരനോൽപക പ്രവാള മൃദ്വംഗൃഹതം വ്യവർത്തത വിധ്വസ്ത നാനാരസ കൂപ്യഭാജനം വ്യത്യസ്ത ചക്രാക്ഷ വിഭിന്ന കൂപരം. അധശയാനസ്യ ശിശോഹോ, അധശയാനസ്യ താഴെ കിടക്കുക. എന്തിന്റെ അടിയിലാ കിടക്കുന്നത്? അനോഹോ എന്ന് പറഞ്ഞു. അനോഹോ എന്ന് പറഞ്ഞാൽ അനസിന്റെ എന്നാണ്. അപ്പോ അനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വണ്ടി. കഴിഞ്ഞ ഇതിൽ പറഞ്ഞു നന്ദഗോപര് അനോബിഹി അനടുദ്യുക്തൈഹി എന്ന് പറഞ്ഞിരുന്നു അല്ലെ. അനടുത്തുക്കളാൽ അഥവാ അനടിനെ വഹിക്കുന്ന വണ്ടിയെ വഹിക്കുന്ന കാളകളോട് കൂടി ചേർത്ത അനോബിഹി വണ്ടികളാൽ. കാളവണ്ടികളാണ് അനസ്സുകൾ. അതാണ് ഇവിടെ അനോഹോ എന്ന് പറഞ്ഞ ആ വണ്ടിയുടെ എന്നാണ്. അപ്പൊ വണ്ടിയുടെ അധശയാനസ്യ, ഈ ശകടത്തിന്റെ താഴെ കിടക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന്റെ അൽപക പ്രവാള മൃദ്വംഗൃഹതം അനോഹോ വ്യവർത്തത. ഭഗവാന്റെ പാദം അൽപക പ്രവാള മൃദു അംഗ്രിഹതം. അൽപകം എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കുന്നത്. അല്പം എന്നുള്ളതിനെ ഒന്നുകൂടെ ചെറുത് എന്ന് പറയാനാണ് അൽപകം എന്ന് പറയുന്നത്. ഏതിനോടും കകാരം ചേർത്ത് വായിക്കുമ്പോൾ ബാലഹ എന്നുള്ളതിനെ ബാലകഹ എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ അതിന്റെ ചെറുത് എന്ന് സൂചിപ്പിക്കാനാണ്. കന്യ എന്ന് പറയുന്നതിനെ കന്യക എന്ന് പറയുമ്പോഴേക്കും ചെറിയ കുട്ടിയായി. അപ്പൊ അതുപോലെ ഇവിടെ അൽപക പ്രവാള മൃദു അംഗ്രി. പ്രവാളം എന്ന് പറഞ്ഞാല് തളിര് പോലെയുള്ള മൃദുവായ അംഗ്രി പാദം. അതുകൊണ്ട് ഹതം അനഹ. ഹതം അനഹ, ആ അനസ് ഹതമായി, ഹനിക്കപ്പെട്ടു, പ്രഹരിക്കപ്പെട്ടു. ഭഗവാന്റെ ചെറിയ മൃദു പ്രവാളം പോലെയുള്ള ഭഗവാന്റെ കാല് ഈ വണ്ടിയിലേക്ക് ഒന്ന് സ്പർശിച്ചു, ഹനിക്കപ്പെട്ടു. ഭഗവാന്റെ ഉണ്ണിയുടെ കാല വേദനയ്ക്ക് അതുപോലുള്ള വണ്ടിയിലൊക്കെ തട്ടിയാല്. പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്? ആ അനഹ, ആ ശകടം വിധ്വസ്ത നാനാരസകൂപ്യ ഭാജനം വ്യത്യസ്ത ചക്രാക്ഷ വിഭിന്ന കൂപരം വ്യവർത്തത. വ്യവർത്തത എന്ന് പറഞ്ഞാൽ വിപരീതമായി വർത്തിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് നേരത്തെ എല്ലാം കൂടി ചേർന്ന് വർത്തിച്ചതാണ്. ഗാഡി എന്നാണ് ഈ ശകടങ്ങൾക്ക് പറയുക അല്ലെ. ഗാഡി എന്ന വാക്കിന്റെ അർത്ഥം ഘടിപ്പിച്ചത് എന്നാണ്.
പരസ്പരം പല അവയവങ്ങളെ കൂട്ടിച്ചേർത്ത് ഫിറ്റ് ചെയ്തത്, ഘടിപ്പിച്ചത്, നട്ടും ബോൾട്ടും ഒക്കെ മുറുക്കിയത്, അല്ലെങ്കിൽ ആണിയിട്ട് പിടിപ്പിച്ചത്, അല്ലെ? കാളവണ്ടിയൊക്കെ ആണെങ്കിൽ പണ്ട് മരം കൊണ്ടുള്ള ആണി തന്നെയാണ് എല്ലായിടത്തും പിടിപ്പിക്കുക. അങ്ങനെ ഘടിപ്പിച്ചതാണ്. കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് യന്ത്രഭാഗങ്ങളാക്കി അതിനെ ഘടിപ്പിച്ചതുകൊണ്ട് അതിന്റെ ശരിയായ വർത്തനം ഗാഡിയായിട്ട് വർത്തിക്കലാണ്. അത് വ്യവർത്തത എന്ന് പറഞ്ഞപ്പോൾ വിപരീതമായി വർത്തിച്ചു എന്ന് പറഞ്ഞാൽ വ്യഗടി എന്നാണ്. വേൽപ്പത്തൂർ ആ ഭാഷയെ പ്രയോഗിക്കുന്നത്. വ്യഗടി എന്ന് പറഞ്ഞാൽ വിഘടിച്ചു. ഘടിച്ചിരുന്നതെല്ലാം വിഘടിച്ചു. അപ്പൊ എന്തായി? ഓപ്പോസിറ്റായി. വ്യവർത്തത, വിപരീതമായി വർത്തിച്ചു. എന്തൊക്കെ വിപരീതമായി വർത്തിച്ചു? അതിന്റെ വിധ്വസ്ത നാനാ രസകുപ്യ ഭാജനം. അതിന്റെ മുകളില് പല കുപ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുപ്പികള് എന്ന് വെച്ചാൽ ഭരണികളൊക്കെയാണ് കുപ്പികൾ പണ്ടത്തെ. ഭാജനങ്ങൾ എന്ന് പറഞ്ഞാൽ പാത്രങ്ങള്. അപ്പൊ നാനാ രസങ്ങൾ നിറച്ചു വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ഗോരസങ്ങളായിരിക്കാം. വെണ്ണയാവാം, നെയ്യാവാം, തൈരാവാം, അല്ലെ? പലതരത്തിലുള്ള പശുക്കളുടെ സാധനങ്ങള് ഇനി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറ്റി വെച്ചതാവാം, എവിടേക്കെങ്കിലും കൊണ്ടുപോയി വിതരണം ചെയ്യാനുണ്ടാവാം. അപ്പൊ എന്തായാലും വണ്ടിയിൽ കയറ്റി വെച്ചിരുന്നതാണ്. ഇപ്പൊ ഉടനെ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതുകൊണ്ട് അവിടെ വണ്ടി കിടന്നിരുന്നു. അപ്പൊ ആ വണ്ടിയില് നാനാ രസ കുപ്യ ഭാജനങ്ങൾ നിറഞ്ഞിരുന്നു. അതൊക്കെ വിധ്വസ്തം വിശേഷേണ ധ്വസ്തം, നന്നായി ധ്വംസിക്കപ്പെട്ടു എന്നർത്ഥം. എന്ന് പറഞ്ഞാല് തകർക്കപ്പെട്ടു. എല്ലാം മറിഞ്ഞുപോയി. എല്ലാം വീണ് കഴിഞ്ഞാൽ ഭരണിയും കുപ്പികളും ഒക്കെ പൊട്ടിത്തകരില്ലേ? അപ്പൊ അങ്ങനെയുള്ള പിഞ്ഞാണങ്ങൾ ഒക്കെ തകർന്നു എന്നർത്ഥം. വിധ്വസ്ത നാനാ രസകുപ്യ ഭാജനം വ്യത്യസ്ത ചക്രാക്ഷ വിഭിന്ന കൂപരം. വ്യത്യസ്തങ്ങളായ ചക്രങ്ങൾ, വിപരീത ദിശകളിലേക്ക് ചക്രങ്ങൾ തെറിക്കപ്പെട്ടു. അതുപോലെ അക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അച്ചുതണ്ട് മറ്റുമൊക്കെ. അതുപോലെ വിഭിന്ന കൂപരം എന്ന് പറഞ്ഞാൽ അതിന്റെ കൂട്ടിവെക്കുന്നതായിട്ടുള്ള ആണികള്, യുഗന്ധരങ്ങള്, ഇതെല്ലാം വിഘടിച്ച്, അല്ലെങ്കിൽ അതിന്റെ നുകം, പശുക്കളെ കാളകളെ കെട്ടുന്നതായിട്ടുള്ള ഭാഗം, ഇതൊക്കെ വേറെ വേറെ, കഞ്ചി വേറെ, കണ വേറെ എന്ന് പറയും. ആ രീതിയിൽ ഭേദിക്കപ്പെട്ട് വിവിധ ഭാഗങ്ങളിലേക്ക് ശകടം തെറിച്ചു വീണു. അങ്ങനെ വ്യവർത്തത, വിപരീതമായി വർത്തിച്ചു. അധശയാനസ്യ ശിശോരനോൽപക പ്രവാള മൃദ്വംഗൃഹതം വ്യവർത്തത വിധ്വസ്ത നാനാരസകുപ്യഭാജനം വ്യത്യസ്ത ചക്രാക്ഷ വിഭിന്ന കൂപരം ദൃഷ്ട്വാ യശോദാ പ്രമുഖാ വ്രജസ്ത്രിയഃ ഔത്താനികേ കർമ്മണി യാഃ സമാഗതാഃ നന്ദാദയശ്ചാത്ഭുതദർശനാകുലാഃ കഥം സ്വയം വൈ ശകടം വിപര്യഗാത് ഇതി ബ്രുവന്തോതി വിവാദമോഹിതാഃ ജനാഃ സമന്താത് പരിവബ്രുരാർത്തവത് ദൃഷ്ട്വാ യശോദാ പ്രമുഖാ വ്രജസ്ത്രിയഃ ഔത്താനികേ കർമ്മണി യാഃ സമാഗതാഃ നന്ദാദയശ്ചാത്ഭുതദർശനാകുലാഃ കഥം സ്വയം വൈ ശകടം വിപര്യഗാത് ഇതി ബ്രുവന്തോതി വിവാദമോഹിതാഃ ജനാഃ സമന്താത് പരിവബ്രുരാർത്തവത്. അപ്പൊ യശോദാ പ്രമുഖാഃ വ്രജസ്ത്രിയഃ ദൃഷ്ട്വാ, യശോദാ പ്രമുഖാഃ സ്ത്രീയഃ വ്രജസ്ത്രീയഃ, ഗോകുലത്തിലെ എല്ലാ ഗോപികമാരും, യശോദയും രോഹിണിയും എല്ലാവരും അവരെന്ത് ചെയ്യുന്നു? ഔത്താനികേ കർമ്മണി യാഹ, ഔത്താനിക കർമ്മം, ഈ കുട്ടിയുടെ ഉത്സവം, ഈ ജന്മം, എന്താ പറയുക, കുട്ടി കമഴുന്നതിന്റെ ഉത്സവം ഗംഭീരമായി എല്ലാവരും കൂടി കൊണ്ടാടുകയാണ്. അതിന്റെ കർമ്മങ്ങളിൽ വരുന്നവരെയൊക്കെ സൽക്കരിച്ചുകൊണ്ട് എല്ലാവരെയും എന്താ പറയുക, പരിമാറുക എന്ന് പറയും. എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളമ്പിക്കൊടുത്തും പൂജിച്ചും അങ്ങനെയുള്ള കർമ്മത്തിൽ മുഴുകിയിരുന്ന വ്രജസ്ത്രീകളെല്ലാം തന്നെ സമാഗതാഃ യാഹ സ്ത്രീയഃ, എല്ലാവരും ദൃഷ്ട്വാ, ഇത് കേട്ട്, ശബ്ദം കേട്ട് ഓടി വന്ന് നോക്കിയപ്പോ ഈ വണ്ടി ഇങ്ങനെ തകർന്നു കിടക്കുന്നത് കണ്ടു. ദൃഷ്ട്വാ. അതുപോലെ നന്ദാദയശ്ച, നന്ദാദി പുരുഷന്മാരും ഓടി വന്നു. അപ്പോഴേക്കും എന്താ ഇവിടെ, എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് പേടിച്ചു വരികയാണ് എല്ലാവരും. അത്ഭുത ദർശനാകുലാഹ, ഈ അത്ഭുതമായിട്ടുള്ള ദർശനം കണ്ട് ആകുലാഹ, വിശ്വസിക്കാൻ പറ്റാത്ത രംഗമാണ്. ഈ വലിയ വണ്ടി അതിലുണ്ടായിരുന്ന സാമഗ്രികളോടുകൂടി തകർന്നു വീണ് കിടക്കുന്നു. വേറെ ആരും അതിനെ ഒന്നും ചെയ്തിട്ടില്ല. ആകെ ഉണ്ണിയുണ്ട് അവിടെ കിടക്കുന്നുണ്ട്. ആ ഉണ്ണിയാണ് അതിനെ തകർത്തിരിക്കുന്നത്. ഇത് കണ്ടിട്ട് വിശ്വസിക്കാനാവുന്നില്ല.
അല്ലെങ്കിൽ ആരാ തകർത്തതെന്ന് അറിയുന്നില്ല. ഉണ്ണി തകർത്തതാണോ എന്ന് അറിയില്ല അവർക്ക്. ഉണ്ണി തകർക്കുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ ഇത് വീണ് കിടക്കുന്ന അത്ഭുത ദർശനാകുലാഹ ശകടം സ്വയം വൈ കഥം വ്യപര്യകാത്. ഈ ശകടം, ഈ വണ്ടി കഥം വൈ എങ്ങനെയാണാവോ സ്വയം വ്യപര്യകാത്, സ്വയം ഇങ്ങനെ വിപരീതമായി ഭവിച്ചത്, ഇങ്ങനെ കഷ്ണം കഷ്ണമായി മുറിഞ്ഞു വീണത് എങ്ങനെയാണ് എന്ന് അവരിങ്ങനെ ചിന്തിക്കുകയാണ്. ഇത് ബ്രുവന്തഃ, ഇങ്ങനെ പറയുന്നവരായി പരസ്പരം ചോദിക്കുന്നവരായി, ആരെങ്കിലും കണ്ടോ നിങ്ങൾ എന്താ ഇവിടെ സംഭവിച്ചതെന്ന്? ആരും ദൃക്സാക്ഷികളില്ല. ഉള്ളത് കുറച്ച് കുട്ടികളാണ്. കുറച്ച് കുട്ടികളെ ഇവിടെ മുമ്പ് കാവൽ നിർത്തിയിരുന്നു യശോദാമ്മ. അവരുടെ മുമ്പിൽ വെച്ചാണിത് ചെയ്തതെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പറയും. അപ്പൊ എന്തായാലും എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും കണ്ടോ? ഇതി ബ്രുവന്തഃ അതിവിവാദമോഹിതാഹ, അവർ തമ്മിൽ വിവദിക്കുന്നുണ്ട്. അങ്ങനെ മോഹിതരായി, മൂഢരായി. കാരണം കാണാത്ത കാര്യത്തെക്കുറിച്ച് എന്തൊക്കെയോ ഓരോരുത്തരും അവരവർക്ക് തോന്നിയത് പറയണം. ആ വണ്ടിയിൽ വെച്ച സാധനങ്ങളുടെ ഭാരം കൂടിയിട്ടായിരിക്കുമോ, അതോ വണ്ടിയുടെ പഴക്കം കൊണ്ടായിരിക്കുമോ, അതോ വേറെ വല്ല ഭൂതപ്രേത പിശാചുക്കൾ അതിൽ ആവേശിച്ചിട്ടുണ്ടാവുമോ, എന്താ ഇവിടെ നടക്കണത് എന്ന് ഓരോരുത്തരും അറിയാതെ പറയുകയാണ്. അങ്ങനെ അതിവിവാദ മോഹിതാഹ, അങ്ങനെ വിവാദം കൊണ്ട് മോഹിതരായിട്ട് ജനാഹ സമന്താത് ആർത്തവത് പരിവബ്രുഹു, ജനങ്ങളെല്ലാം ചുറ്റും ദുഃഖിതരായി തന്നെ കൂടി. ആർത്തവത്, ദുഃഖിതരെ പോലെ, പരിവബ്രു, എന്താ പറയുക, ചുറ്റും നിന്നു, പരിവരിച്ചു. എന്നാൽ ചുറ്റും വന്ന് നിറഞ്ഞു എന്നർത്ഥം. ആളുകൾ ഈ കാഴ്ച കാണാനായിട്ട് അവിടെ കൂടിയവരെല്ലാവരും വന്നു ചേർന്നു. എല്ലാവർക്കും എന്തോ ഒരു അത്ഭുത ദൃശ്യമായി മാറി. അങ്ങനെ എല്ലാവരും ഇവിടെ കൂടിയിരുന്ന കുട്ടികളോടും ചോദിച്ചു. കുട്ടികളോട് ചോദിച്ചപ്പോ കുട്ടികൾ പറഞ്ഞു, ഊചുരവ്യസിതമതീൻ ഗോപാൻ ഗോപീശ്ച ബാലകാഃ രുദദാനേന പാദേന ക്ഷിപ്തമേതന്ന സംശയഃ. ഊചുരവ്യസിതമതീൻ അവ്യവസിതമതീൻ ഗോപാൻ ഗോപീശ്ച ബാലകാഃ രുദദാനേന പാദേന ക്ഷിപ്തം ഏതന്ന സംശയഃ. അപ്പൊ ഇങ്ങനെ ഈ ഗോപന്മാരും ഗോപികളും മതീൻ എന്ന് പറഞ്ഞു. അവരൊന്നും ഇന്നതാണെന്ന് നിശ്ചയിക്കാൻ കഴിയാത്ത ബുദ്ധിയോടുകൂടി നിൽക്കുന്നവർ. അവരുടെ മതിയില് വ്യവസായം ചെയ്യാൻ സാധിച്ചിട്ടില്ല, നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് അവ്യവസിതമതീൻ ഗോപാൻ. മതി ഉറയ്ക്കാത്ത, കാര്യം നിശ്ചയിക്കാൻ കഴിയാത്ത ഗോപന്മാരോടും ഗോപീഹീച്ച ഗോപികമാരോടും ബാലകാഹ ഊജുഹു, ബാലകന്മാർ പറഞ്ഞു. അവിടെ നിന്നിരുന്ന ആ ഉണ്ണിക്ക് കാവൽ പോലെ യശോദാമ്മ കാവലിരുത്തിയിരുന്ന കുട്ടികൾ പറഞ്ഞു, ബാലകാഹ ഊജു. എന്ത് ഊജു? രുതദാനേന പാദേന ക്ഷിപ്തം ഏതെന്ന സംശയഃ. ഇവര് വെട്ടിത്തരങ്ങൾ പറയുന്ന ഈ കുട്ടികൾ കേൾക്കുന്നുണ്ട്. അമ്മമാരെ, അച്ഛന്മാരെ, നിങ്ങൾ പറയുന്ന ഒന്നുമല്ല. ഇവിടെ ഭൂതപ്രേതങ്ങളോ പിശാചുക്കളോ രാക്ഷസന്മാരോ ആരും വന്നിട്ടില്ല. അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ഭാരം കൊണ്ടല്ല, അല്ലെങ്കിൽ വേറെ ഒരു കാരണവുമല്ല. ഇവിടെ ഇടിത്തി വീണിട്ടില്ല, വേറൊന്നും സംഭവിച്ചിട്ടില്ല. രുതത അനേന, കരയുന്നവനായ ഇവനാൽ. ഉണ്ണിയെ കാണിച്ചുകൊണ്ട് പറയണ, ഈ കൃഷ്ണനെ കാണിച്ചുകൊണ്ട് പറയണ, രുതത അനേന, കരയുന്ന ഇവനാൽ പാദേന ക്ഷിപ്തം, കാലുകൊണ്ട് ക്ഷേപിക്കപ്പെട്ടു. ഒരു ചവിട്ട് കൊടുത്തു, കാല് കുടഞ്ഞ് ആ കാല് പ്രഹരിച്ചു. ഏതത് എന്ന സംശയ, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ സംശയമില്ല, കാരണം ഞങ്ങൾ ദൃക്സാക്ഷികളാണ് എന്ന് പാവം ആ കൊച്ചുകുട്ടികൾ വിളിച്ചു പറഞ്ഞു. അവർ നേരിൽ കണ്ട കാര്യമാണ്. പക്ഷെ അവരും കാണാത്തതുണ്ട്, ആരും കാണാത്തതുണ്ട്, ഭഗവാൻ മാത്രം കണ്ട കാര്യമുണ്ട്. അതെന്താണ്? അത് ഇവിടെ പറഞ്ഞില്ല, ഭാഗവതത്തിൽ സൂചിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു ശകടാസുരൻ എന്നുള്ള ഒരു പേര് ഇവിടെ പ്രയോഗിച്ചിട്ടില്ല. വേറെ പലയിടത്തും പ്രയോഗിച്ചിട്ടുണ്ട്, ഭാഗവതത്തിൽ തന്നെ ഉണ്ട്. ഭഗവാന് നാമവും ചേർന്നുണ്ട്. ശകടാസുരഭഞ്ചകായ നമഃ എന്ന് നാരദ മഹർഷി പഞ്ചരാത്രത്തിലൂടെയാണ് ഈ ഭഗവാന്റെ എന്താ പറയുക അഷ്ടോത്തര ശതനാമാവലി ഉണ്ടാക്കിയിട്ടുള്ളത്. നാരദ മഹർഷി ഉണ്ടാക്കിയതാണ് ഈ അഷ്ടോത്തര ശതനാമാവലി, നാരദ പഞ്ചരാത്രം. അപ്പൊ അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ശകടാസുരഭഞ്ചകായ നമഃ, പൂതനാ പ്രാണഹരണായ നമഃ എന്നൊക്കെയുള്ള ഓരോ ഭഗവാന്റെ നാമങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ശകടാസുരഭഞ്ചകായ നമ. ഇനി മറ്റു പുരാണങ്ങളിൽ വിശദീകരിച്ച് കഥയുണ്ട്. മറ്റേ പത്മപുരാണത്തിലും മറ്റൊക്കെ ഈ കഥയുണ്ട്. അപ്പോ നമ്മുടെ മേൽപ്പത്തൂരും പത്മപുരാണത്തിൽ നിന്നും മറ്റൊക്കെ എടുത്തിട്ടുള്ള ആശയം കൊണ്ട് ഒരു ശകടാസുരനെ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്.
ഇവിടെ പറഞ്ഞില്ലെങ്കിലും ഭഗവാൻ കണ്ടിട്ടുണ്ട് ആര് ആ ശകടത്തിൽ ഒരു അസുരൻ വന്ന് വ്യാപിച്ചിരിക്കുന്നത്. അസുരൻ തന്റെ സൂക്ഷ്മരൂപത്തിൽ വന്ന് ഈ ശകടത്തിൽ തന്നെ വന്നിരുന്നു. എന്തിനാ? അവസരം കിട്ടിയാൽ ഭഗവാനെ കൊല്ലാൻ. ഭഗവാൻ മാത്രം അത് കണ്ടു. ഭഗവാൻ അവന്റെ പണി കഴിച്ചു, വേറെ ആരും അറിഞ്ഞില്ല. അങ്ങനെ വണ്ടി തകർത്തതിലൂടെ ശകടാസുരന്റെ പണി കഴിച്ചു. അപ്പോ ഈ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ കണ്ടതാണ്, കരയുന്ന ഇവൻ കാലുകൊണ്ട് പ്രഹരിച്ചതാണ്. ദ്രുതദാനേന പാദേന ക്ഷിപ്തം ഏതെന്ന സംശയ. പക്ഷേ നതേ ശ്രദ്ധധിരേ ഗോപാഹ ബാലഭാഷിതമിത്യുത അപ്രമേയം ബലം തസ്യ ബാലകസ്യ നതേ വിദുഃ. നതേ ശ്രദ്ധധിരേ ഗോപാഹ ബാലഭാഷിതമിത്യുത അപ്രമേയം ബലം തസ്യ ബാലകസ്യ നതേ വിദുഃ. ഗോപാഹ തേ ന ശ്രദ്ധധിരേ. ആ ഗോപന്മാര്, വയസ്സായിട്ടുള്ള ആളുകള്, വൃദ്ധന്മാര് അല്ലെങ്കിൽ നന്ദഗോപാദികളൊന്നും തന്നെ ഇതിനെ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ അവഗണിച്ചു എന്നർത്ഥം. ഇത് സത്യമെന്ന് കരുതിയില്ല. ബാലഭാഷിതം ഇതി. ഇതൊക്കെ കുട്ടികൾ എന്തോ വിഡിത്തരം പറയണം, പിച്ചും പേയും പറയണം. അവരൊന്നും കണ്ടിട്ടില്ല, എന്തോ അവർക്ക് തോന്നിയതാണ്. വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. വേറെ ഏതോ അസുരന്മാരുടെ പണിയുണ്ട്, അത് കുട്ടികൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് കുട്ടികൾ എന്തോ പറയണം എന്നുള്ള, ആ കുട്ടികളെ ഇത് സംഭവിക്കുന്ന കാര്യമല്ല എന്നുള്ളത് കൊണ്ട് അവർ വിശ്വസിച്ചില്ല. ന ശ്രദ്ധതിരേ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചില്ല എന്ന് താല്പര്യം. കാരണം അവര് എങ്ങനെയുള്ളവരാണ്? ഭഗവാന്റെ ബലം അപ്രമേയം ബലം തസ്യ ബാലകസ്യ ന തേ വിദുഃ. തേ ഗോപാഹ ബാലകസ്യ ബലം ന വിദുഃ. ഈ ബാലൻ എത്ര ശക്തിയുള്ളവനാണ്! അവൻ അപ്രമേയനാണ്. അവനെ അളക്കാൻ പറ്റുന്നതല്ല. അവന്റെ ശക്തി എത്രയാണ് എന്നുള്ളത് ആർക്കും അളക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അവന്റെ ബലത്തെ, ബാലകസ്യ തസ്യ ബലം തേന വിദു, അവരറിഞ്ഞില്ല, അവർക്ക് കണക്കാക്കാൻ കഴിഞ്ഞില്ല. അവർ ഉണ്ണിയായിട്ടാ കരുതിയിരിക്കണം, ബാലകനായിട്ടാ കാണുന്നത്. അപ്പൊ ബാലകന് ഇത്രയൊക്കെ ശക്തിയോ, ഇത്രയും വലിയ കാളവണ്ടി നമ്മൾ വിചാരിച്ചാൽ പോലും തകർക്കാൻ പറ്റില്ല. സാധാരണ മനുഷ്യർക്കൊന്നും തകർക്കാൻ പറ്റാത്തതായിട്ടുള്ള ശക്തിയുള്ള വലിയ വണ്ടിയാണ്, ദൃഢമായി ഘടിപ്പിച്ചിട്ടുള്ള വണ്ടിയാണ്. അത് തകർക്ക്, അത് ഈ ഉണ്ണിയെ കൊണ്ട് സാധിക്കില്ല എന്ന് അവര് ഈ കുട്ടികളുടെ വാക്കിനെ വിശ്വസിച്ചില്ല, ഭഗവാന്റെ പ്രഭാവം അറിയാത്തവർ. രുദന്തം സുതമാഗായ യശോദാഗ്രഹസംഗീത കൃതസ്വസ്ത്യയനം വിപ്രൈഹി സൂക്തൈഹി സ്തനമപായയത്. രുദന്തം സുതമാഗായ യശോദാഗ്രഹസംഗീത കൃതസ്വസ്ത്യയനം വിപ്രൈഹി സൂക്തൈ സ്തനം അപായയത്. ആ യശോദ ഗ്രഹസംഗീത, ഗ്രഹസംഗീത ഏതോ ഗ്രഹങ്ങൾ, മുമ്പ് പറഞ്ഞ പൂതനാമോക്ഷം, അതിൽ പറഞ്ഞ പല അല്ലെ, പൂതന, കോടര മുതലായിട്ടുള്ള കുറെ യക്ഷികളുടെയൊക്കെ പേരൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഏതോ ഗ്രഹമാണ്, ബാലഗ്രഹമാണ് എന്ന് കരുതി ആ ഗ്രഹബാധ ഉണ്ട് കുട്ടിക്ക്, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട്, ഈ ദേശത്തുണ്ട് എന്ന് ശങ്കിച്ചുകൊണ്ട് ഗ്രഹസംഗീത യശോദ രുദന്തം സുതം ആദായ, പാലിനു വേണ്ടി കരയാണ് ഭഗവാൻ. പക്ഷെ ആ കരച്ചില് എന്തോ കുട്ടി കണ്ട് പേടിച്ചിട്ടാണ് എന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ട് സുതമ കുട്ടിയെ എടുത്തിട്ട് വിപ്രൈഹി സൂക്തൈഹി കൃതസ്വസ്ത്യയനം, വിപ്രന്മാരെ കൊണ്ട് നല്ല വാക്കുകൾ, നല്ല മന്ത്രങ്ങളെ കൊണ്ട്, സൂക്തങ്ങളെ കൊണ്ട് സ്വസ്ത്യയനം ചെയ്യിപ്പിച്ചു. അങ്ങനെ സ്വസ്ത്യയനം ചെയ്യപ്പെട്ട കൃഷ്ണന്, ഭഗവാന് അപ്പൊ രക്ഷാമന്ത്രങ്ങളൊക്കെ ചൊല്ലി രക്ഷാബന്ധനങ്ങളൊക്കെ ചെയ്തു. അതൊക്കെ ചെയ്ത് സ്തനം അപായത്, തന്റെ സ്ഥലത്തെ പാനം ചെയ്യിപ്പിച്ചു. അപ്പൊ പൂതനാമോക്ഷത്തിൽ എന്തൊക്കെയാണോ പിന്നീട് നടന്നത്, അങ്ങനെയുള്ള ബാലരക്ഷാ കർമ്മങ്ങളും പ്രത്യേകിച്ച് വന്ന ബ്രാഹ്മണരെ കൊണ്ട് പ്രത്യേക മന്ത്രങ്ങളും ഒക്കെ ചെയ്യിച്ച് കുട്ടിക്ക് എന്തെങ്കിലും ബാധയുണ്ടെങ്കിൽ അതൊക്കെ പോക്കാനായിട്ടുള്ള വഴികളൊക്കെ ചെയ്ത് പിന്നീട് മുല കുടിക്കും കൂടി ചെയ്ത ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല എന്ന് ബോധ്യമുണ്ട്. അപ്പൊ അങ്ങനെ തന്റെ സ്ഥാനത്തെ പാനം ചെയ്യിച്ചു. സ്തനം അപായത്, മുല കുടിപ്പിച്ചു. പൂർവവത് സ്ഥാപിതം ഗോപൈഃ ബലിഭിഃ സപരിച്ഛദം വിപ്രാഹുത്വാ അർച്ചയാൻ ചക്രുഃ ദദ്യക്ഷതകുശാംബുഭിഃ. പൂർവവത് സ്ഥാപിതം ഗോപൈഃ ബലിഭിഃ സപരിച്ഛദം വിപ്രാഹുത്വാ അർച്ചയാൻ ചക്രുഃ ദദ്യക്ഷതകുശാംബുഭിഃ. പിന്നീട് ബലിഭിഃ ഗോപൈഃ, നല്ല ബലവാന്മാരായ ഗോപന്മാരാൽ എന്നർത്ഥമാണ്. നല്ല ശക്തിയുള്ള ആളുകൾ വേണം ഈ വണ്ടിയുടെ ഓരോ അവയവങ്ങൾ പൊക്കിയെടുക്കാൻ. അങ്ങനെ ബലവാന്മാരായ ഗോപൈഹി പൂർവവത് സ്ഥാപിതം,
ഈ വണ്ടി പഴയതുപോലെ എങ്ങനെയൊക്കെയോ ഘടിപ്പിച്ചു. അവരെത്രയോ പേര് ചേർന്നാണ് ഈ വണ്ടിയെ വീണ്ടും പൂർവ്വസ്ഥിതിയിൽ സ്ഥാപിച്ചത് എന്നാ. മുമ്പത്തെ പോലെ അതുപോലെ സപരിച്ഛത, അതിന്റെ ആവശ്യമായ സാമഗ്രികളോടുകൂടെ സ്ഥാപിക്കപ്പെട്ടു. അതിലെന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ പൊട്ടിപ്പോയിട്ടുണ്ടോ അതിനെയൊക്കെ കൊണ്ടുവന്ന് വീണ്ടും അതിൽ ഉറപ്പിച്ചു. അത് പിന്നീട് നടന്ന കാര്യമാണ്, അതിവിടെ പറഞ്ഞു. വിപ്രാഹ ദദ്യക്ഷത കുശാംബുഭിഹി ഹുത്വ അർച്ചയാഞ്ചക്രുഹു. വിപ്രാഹ ബ്രാഹ്മണര് പ്രത്യേകിച്ചുള്ള ഹോമങ്ങളൊക്കെ ചെയ്തു. അതാണ് വിപ്രാഹ ദതി അക്ഷത കുശ അംബുഭിഹി. ദതി തൈര്, അക്ഷതം ഉണക്കലരി, അതുപോലെ കുശം ദർഭ, അമ്പു ജലം, ഇതൊക്കെ കൊണ്ട് ഹുത്വ ഹോമം മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഹോമം ചെയ്തിട്ട് അർച്ചയാൻ ചക്രു ഈശ്വരനെ പൂജിച്ചു. ഈ കുട്ടിക്ക് ക്ഷേമമുണ്ടാവാൻ വേണ്ടി, അവനൊന്നും ബാധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി വേറൊരു പരോക്ഷമായിരിക്കുന്ന ഈശ്വരനെ ഇവർ പൂജിച്ചു. ഈശ്വര, ഈ ഉണ്ണിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് സാക്ഷാൽ ഈശ്വരനെ രക്ഷിക്കാൻ ഈശ്വരനോട് തന്നെ പ്രാർത്ഥിച്ചു എന്നർത്ഥം. യേ അസൂയാനൃതദംഭേർഷ്യാഹിംസാ മാനവ വിവർജിതാഃ ന തേഷാം സത്യശീലാനാം ആശിഷോ വിഫലാകൃതാഃ. യേ അസൂയാനൃതദംഭേർഷ്യാഹിംസാ മാനവിവർജിതാഃ ന തേഷാം സത്യശീലാനാം ആശിഷോ വിഫലാകൃതാഃ. എന്തുകൊണ്ടാണ് ഇവിടെ ബ്രാഹ്മണരെ കൊണ്ടൊക്കെ ആശിസ്സുകൾ പറയിക്കുന്നത്? ആരെങ്കിലും പറഞ്ഞാൽ പോരെ എന്നുള്ള ശങ്ക സാധാരണക്കാർക്ക് ഉണ്ടാവും. അപ്പോ അത് മാറ്റാൻ വേണ്ടി ശ്രീശുക ബ്രഹ്മർഷി സന്ദർഭവശാൽ പറഞ്ഞതാണ്. ഇതാണ് അതിന്റെ ശരിയായിട്ടുള്ള രീതി. ആരാണോ മനസ്സിൽ വേണ്ടാത്ത ദോഷങ്ങളൊന്നും ഇല്ലാത്തവര്, ശുദ്ധ മനസ്കരായിട്ടുള്ളവര്, മറ്റുള്ളവരുടെ നന്മയെ കാക്ഷിക്കുന്നവര്, ആത്മാർത്ഥമായി മറ്റുള്ളവരെ സഹായിക്കണമെന്ന് കരുതുന്നവരാരാണോ അവരുടെ പ്രാർത്ഥനകളാണ് വേണ്ട പോലെ ഫലിക്കുക. അത് വിഫലങ്ങളാവില്ല. അതാണ് ഇവിടെ യേ അസൂയ അനൃത ദംഭ ഈർഷ്യ അഹിംസ മാന വിവർജിതാഃ. നമുക്കൊരു വിശിഷ്ട അതിഥിയുണ്ട്, സ്വാമിജി അമൃതാനന്ദമയ്യാശ്രമത്തിൽ. അദ്ദേഹം വന്നു. അപ്പൊ ഇങ്ങനെയുള്ള ദോഷങ്ങൾ, അസൂയ, അനൃതം, ദംഭം, ഈർഷ്യ, ഹിംസ, മാനം, ഈ വക ദോഷവിവർജിതാഹ, ഈ ദോഷങ്ങളില്ലാത്തവരെയെ അങ്ങനെയുള്ള അവരുടെ സത്യശീലാനാം തേഷാം കൃതാഹ ആശിഷഃ വിപലാഹാന. സത്യശീലാനാം, അവര് സത്യം മാത്രം ഭാഷണം ശീലമായിരിക്കുന്നവരാണ്, പറഞ്ഞ് ശീലമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നതെല്ലാം സത്യമായി തീരും. തേഷാം കൃതാഹ ആശിഷ, അവരാൽ ചെയ്യപ്പെട്ടുന്ന അനുഗ്രഹങ്ങൾ, ആശിസ്സുകൾ, ആശീർവചനങ്ങൾ വിഫലാഹാന, വിഫലങ്ങളായി ഭവിക്കുകയില്ല, വെറുതെയാവില്ല. അതുകൊണ്ടാണ് മഹാത്മാക്കൾ എല്ലാവരെയും അനുഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് ആശീർവദനങ്ങൾ ചെയ്യുന്നത്. അവരുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ സനാതന ധർമ്മ സംസ്കാരം. അല്ലാതെ വഴി കൂടെ പോകുന്നവരെ എല്ലാവരെയും ചെന്ന് നമസ്കരിച്ച് എന്നെ അനുഗ്രഹിക്കൂ 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 എന്ന് പറയാറില്ല. എല്ലാവരിലും ഈശ്വരനുണ്ട്, എല്ലാവരെയും ബഹുമാനിക്കണം. പക്ഷേ നുണയും കളവുമായിട്ട് നടക്കുന്നവരൊന്നും അനുഗ്രഹിച്ചാൽ ഫലിക്കാൻ പോകുന്നില്ല. ആരാണോ സത്യസന്ധരായി മറ്റുള്ള സർവഭൂത ഹിതത്തിൽ രമിക്കുന്നവരായിട്ടുള്ളവര്, എപ്പോഴും സത്യം മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവര്, അങ്ങനെയുള്ള അവരുടെ ആശിസ്സുകൾ തീർച്ചയായിട്ടും ഫലിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ബ്രാഹ്മണരുടെ ആശീർവാദങ്ങളുടെ പ്രയോജനത്തെ ഇവിടെ എടുത്തു പറഞ്ഞു. നമുക്ക് കഥ വൈകിട്ട് തുടരാം. വൈകിട്ട് 6:00 ശേഷം കാണാം. ഹരി ഓം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. സ്വാമിജി അകത്തേക്ക് വരൂ. സ്വാമിജി വരണ്ട, സ്വാമിജിയെ നിങ്ങൾക്ക് വിളിച്ചത്. ക്ലാസ് കഴിഞ്ഞോ? ജസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. ഓ സ്വാമിജി നാരായണ. ഇതാ നമ്മുടെ സ്വാമിജി, അമൃതാനന്ദമയി ആശ്രമത്തിലെ സ്വാമിജി. സ്വാമിജി
നമ്മുടെ ഓഡിയൻസിനൊന്ന് കാണിച്ചു കൊടുക്കണം. സ്വാമിജിയെ ഫേസ്ബുക്കിലൂടെ പലർക്കും പരിചയമുണ്ട്. സ്വാമിജിയുടെ ഫേസ്ബുക്ക് പലരും നമുക്ക് ഷെയർ ചെയ്ത് തരാറുണ്ട്. അങ്ങനെ സ്വാമിജി കൃത്യസമയത്ത് വന്നു സ്വാമിജിയുടെ ക്ലാസ് കഴിയുന്നതും അതേ സമയത്ത് എന്നെ വിളിച്ച്. സ്വാമിജി കോയമ്പത്തൂരിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് കയറിയിട്ട് നമ്മളെ അനുഗ്രഹിച്ചിട്ട് പോവാന്ന് തീരുമാനിച്ചു. ഇന്ന് ഞങ്ങൾ ഒന്നിച്ചാണ് ഭക്ഷണം. വളരെ സന്തോഷം സ്വാമിജി. സുസ്വാഗതം സുസ്വാഗതം. ഹരിയോ. സ്വാമിജി വേദാമൃതാനന്ദപുരി, അദ്ദേഹം വള്ളിക്കാവിലാണ് സ്ഥിരം. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും സഞ്ചരിക്കുന്നുണ്ട്. എന്താ പറയുക, മഠത്തിന്റെ പ്രതിനിധിയായിട്ട് ബാക്കി എല്ലാ ഫംഗ്ഷനുകളിലും വന്ന് പങ്കെടുക്കുന്നത് സ്വാമിജിയാണ്. ഹരിയോ. വളരെ സന്തോഷം സ്വാമിജി. കട്ട് ചെയ്യണം കേട്ടോ.